യേശുവേ ഞങ്ങളിതാ നിന്നോടു കൂടെ വന്നു നിൽക്കുന്നു പീഠത്തിങ്കൽ കാൽവരി മാമലയിൽ നാഥാ നീ കൈയണച്ച ജീവബലിതിങ്കൽ ചേരുന്നു വീണ്ടും ഞങ്ങൾ. യേശുവേ ഞങ്ങളിതാ നിന്നോടു കൂടെ വന്നു നിൽക്കുന്നു പീഠത്തിങ്കൽ. വന്നു നീ നിന്നിടണേ ഞങ്ങൾ തൻ ചാരയമ്മേ ഈ ബലി പൂർത്തിയാക്കാം. യേശുവേ ഞങ്ങളിതാ നിന്നോടു കൂടെ വന്നു നിൽക്കുന്നു പീഠത്തിങ്കൽ. പൂജയണച്ചിടുവാൻ യേശുവേ ഞങ്ങളിതാ നിന്നോടു കൂടെ വന്നു നിൽക്കുന്നു പീഠത്തിങ്കൽ. കാൽവരി മാമലയിൽ നാഥാ നീ കൈയണച്ച ജീവബലിതിങ്കൽ ചേരുന്നു വീണ്ടും ഞങ്ങൾ. പൂജയണച്ചിടുവാൻ യേശുവേ
നിൽക്കുന്നു പീഠത്തിങ്കൽ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സംസർഗവും നിങ്ങളോടുകൂടെ. അങ്ങേ ആത്മാവോടുകൂടെ. പ്രിയ ബഹുമാനപ്പെട്ട വികാരിയച്ച, ബഹുമാനപ്പെട്ട വൈദികരെ, സിസ്റ്റേഴ്സ്, ബ്രദേഴ്സ്, കോൺഫ്രറ്റേണിറ്റി അംഗങ്ങളെ, സഹോദരി സഹോദരന്മാരെ, നിങ്ങൾക്കേവർക്കും തിരുനാളിൻ്റെ ആശംസകളും അനുഗ്രഹങ്ങളും സ്നേഹപൂർവ്വം നേരുന്നു. ഭവനങ്ങളിലിരുന്ന് ഈ തിരുക്കർമ്മങ്ങളിൽ പങ്കെടുക്കുന്ന എല്ലാവരെയും ഈ ദിവ്യബലിയിൽ പ്രത്യേകം അനുസ്മരിക്കുന്നു. മാതാവിൻ്റെ തിരുനാൾ സാഘോഷം കൊണ്ടാടുന്ന ഒരു പാരമ്പര്യം മഞ്ഞുമേൽ അമലോത്ഭവ മാതാ ദേവാലയത്തിനുണ്ട്. എന്നാൽ ഈ പ്രത്യേക കാലഘട്ടത്തിൽ വ്യവസ്ഥകൾക്കനുസൃതമായി നാം തിരുനാൾ നടത്തുകയാണ്. ഒരുപക്ഷെ ദൈവഹിതം അതായിരിക്കാം. പുരാതന കാലം മുതൽ മാതാവിൻ്റെ അമലോത്ഭവം സഭയിൽ വിശ്വസിച്ചു പോന്നു. ഔദ്യോഗികമായി അത് വിശ്വാസ സത്യമായി പ്രഖ്യാപിക്കപ്പെട്ടത് 1854 പിയൂസ് 9 പാപ്പയാണ് ഈ വിശ്വാസ സത്യം പ്രഖ്യാപിച്ചത്. അമലോത്ഭവയായ അമ്മയ്ക്ക് മാലാഖയുടെ സന്ദേശം ഹൃദയത്തിൽ ഉൾക്കൊള്ളുവാനും ഉദരത്തിൽ സ്വീകരിക്കുവാനും അതിന് സമ്മതം നൽകുവാനും ദൈവം അനുഗ്രഹം നൽകി. അമ്മയുടെ തിരുനാൾ ആഘോഷിക്കുമ്പോൾ മക്കളായ നമുക്ക് അമ്മയെപ്പോലെ വിശുദ്ധിയിൽ ജീവിച്ചുകൊണ്ട് യേശുവിനെ വഹിക്കുന്നവരും യേശുവിനെ ലോകത്തിന് പ്രദാനം ചെയ്യുന്നവരുമായി തീരാൻ പരിശ്രമിക്കാം. ദിവ്യരഹസ്യങ്ങൾ കൊണ്ടാടുന്നതിന് നാം യോഗ്യരാകേണ്ടതിന് നമ്മുടെ പാപങ്ങൾ ഏറ്റുപറയാം. സർവശക്തനായ ദൈവത്തോടും സഹോദരനെ നിങ്ങളോടും ഞാൻ ഏറ്റുപറയുന്നു. എന്തെന്നാൽ വിചാരത്താലും വാക്കാലും പ്രവൃത്തിയാലും ഉപേക്ഷയാലും ഞാൻ വളരെയേറെ പാപം ചെയ്തു പോയി. എൻ്റെ പിഴ, എൻ്റെ പിഴ, എൻ്റെ വലിയ പിഴ. ആകയാൽ നിത്യകന്യകയായ പരിശുദ്ധ മറിയത്തോടും എല്ലാ മാലാഖമാരോടും വിശുദ്ധരോടും സഹോദരരെ നിങ്ങളോടും ഞാൻ അപേക്ഷിക്കുന്നു. എനിക്ക് വേണ്ടി നമ്മുടെ കർത്താവായ ദൈവത്തോട് പ്രാർത്ഥിക്കണമേ. സർവശക്തനായ ദൈവം കനിഞ്ഞ് നമ്മുടെ പാപങ്ങൾ പുറത്ത് നമ്മെ നിത്യജീവിതത്തിലേക്ക് നയിക്കുമാറാകട്ടെ. ആമേൻ. കനിയണമേ,
അത്യുന്നതങ്ങളിൽ ദൈവത്തിനോ മഹത്വം. നന്ദി ചൊല്ലുന്നീവർ താഴ്മയായി. ദൈവമേ കർത്താവങ്ങയെ വാഴ്ത്തുന്നു സ്വർലോകരാജനെ. ദൈവമേ കർത്താവങ്ങയെ വാഴ്ത്തുന്നു ദൈവത്തിൻ കുഞ്ഞാടേ. താതനാം ദൈവത്തിൻ സൂനുവേ, അങ്ങയെ വാഴ്ത്തി സ്തുതിക്കുന്നു. നിത്യപിതാവിന്റെ പാർശ്വത്തിൽ നേർവലം ഭാഗത്തിരുന്നിടും ഞങ്ങൾ തൻ രക്ഷകനേശുവേ, കാരുണ്യം തൂകണേ ഞങ്ങളിൽ. നമുക്ക് പ്രാർത്ഥിക്കാം.
ദൈവമേ, പരിശുദ്ധ കന്യകയുടെ അമലോത്ഭവം വഴി അങ്ങേ പുത്രന് സമുചിതമായ വാസസ്ഥലം അങ്ങ് സജ്ജമാക്കിയല്ലോ. അങ്ങേ പുത്രൻ്റെ മരണം മുൻകൂട്ടി കണ്ടുകൊണ്ട് പരിശുദ്ധ കന്യകയെ എല്ലാ പാപക്കറകളിലും നിന്ന് അങ്ങ് കാത്തു സൂക്ഷിച്ചു. പരിശുദ്ധ കന്യകയുടെ മാധ്യസ്ഥ്യം വഴി ഞങ്ങളെയും നിർമ്മലരാക്കി അങ്ങിലേക്ക് എത്തിച്ചേരാൻ അനുഗ്രഹിക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അങ്ങയോടുകൂടെ പരിശുദ്ധാത്മാവുമായുള്ള ഐക്യത്തിൽ എന്നെന്നും ദൈവമായി ജീവിക്കുകയും വാഴുകയും ചെയ്യുന്ന അങ്ങയുടെ പുത്രനും ഞങ്ങളുടെ കർത്താവുമായ യേശു ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടരുളണമേ. ആമേൻ. ദൈവമായ കർത്താവ് വിലക്കപ്പെട്ട വൃക്ഷത്തിൽ നിന്ന് ഭക്ഷിച്ച ആദത്തെ വിളിച്ചു ചോദിച്ചു, നീ എവിടെയാണ്? അവൻ മറുപടി പറഞ്ഞു, തോട്ടത്തിൽ അവിടുത്തെ ശബ്ദം ഞാൻ കേട്ടു. ഞാൻ നഗ്നനായത് കൊണ്ട് ഭയന്നൊളിച്ചതാണ്. അവിടുന്ന് ചോദിച്ചു, നീ നഗ്നനാണെന്ന് നിന്നോട് ആര് പറഞ്ഞു? തിന്നരുതെന്ന് ഞാൻ കൽപ്പിച്ച വൃക്ഷത്തിന്റെ പഴം നീ തിന്നോ? അവൾ പറഞ്ഞു, അങ്ങ് എനിക്ക് കൂട്ടിന് തന്ന സ്ത്രീ ആ മരത്തിന്റെ പഴം എനിക്ക് തന്നു. ഞാൻ അത് തിന്നു. ദൈവമായ കർത്താവ് സ്ത്രീയോട് ചോദിച്ചു, നീ എന്താണ് ഈ ചെയ്തത്? അവൾ പറഞ്ഞു, സർപ്പം എന്നെ വഞ്ചിച്ചു, ഞാൻ പഴം തിന്നു. ദൈവമായ കർത്താവ് സർപ്പത്തോട് പറഞ്ഞു, ഇത് ചെയ്തത് കൊണ്ട് നീ എല്ലാ കന്നുകാലികളുടെയും വന്യമൃഗങ്ങൾക്കിടയിൽ ശപിക്കപ്പെട്ടതായിരിക്കും. നീ മണ്ണിൽ ഇഴഞ്ഞു നടക്കും, ജീവിതകാലം മുഴുവൻ നീ പൊടി തിന്നും. നീയും സ്ത്രീയും തമ്മിലും നിന്റെ സന്തതിയും അവളുടെ സന്തതിയും തമ്മിൽ ഞാൻ ശത്രുത ഉളവാക്കും. അവൻ നിന്റെ തല തകർക്കും, നീ അവന്റെ കുതികാലിൽ പരിക്കേൽപ്പിക്കും. ആദം ഭാര്യയെ ഹൗവ എന്ന് വിളിച്ചു, കാരണം അവൾ ജീവനുള്ളവരുടെയെല്ലാം മാതാവാണ്. കർത്താവിന്റെ വചനം. ഞാൻ കർത്താവിൽ അത്യധികം ആനന്ദിക്കും. ഞാൻ കർത്താവിൽ അത്യധികം ആനന്ദിക്കും. ഞാൻ അവിടുത്തെ കരുണയിൽ ആശ്രയിക്കും. എൻ്റെ ഹൃദയം അങ്ങയുടെ രക്ഷയിൽ ആനന്ദം കൊണ്ടിടും. ഞാൻ കർത്താവിൽ അത്യധികം ആനന്ദിക്കും. കർത്താവിൽ അത്യധികം ആനന്ദിക്കും. ഞാൻ കർത്താവിനെ പാടി സ്തുതിക്കും. അവിടുന്ന് എന്നോട് അളവറ്റ കരുണ കാണിച്ചിരിക്കുന്നിതാ. ഞാൻ കർത്താവിൽ അത്യധികം ആനന്ദിക്കും. ഞാൻ കർത്താവിൽ അത്യധികം ആനന്ദിക്കും. വിശുദ്ധ പൗലോസ് അപ്പോസ്തലൻ എഫേസുകാർക്ക് എഴുതിയ ലേഖനത്തിൽ നിന്ന്, സഹോദരരെ, സ്വർഗീയമായ എല്ലാ ആത്മീയ വരങ്ങളാലും ക്രിസ്തുവിൽ നമ്മെ അനുഗ്രഹിച്ചവനും കർത്താവുമായ യേശുക്രിസ്തുവിൻ്റെ പിതാവുമായ ദൈവം സ്തുതിക്കപ്പെട്ടവനാകട്ടെ. തൻ്റെ മുമ്പാകെ സ്നേഹത്തിൽ പരിശുദ്ധരും നിഷ്കളങ്കരുമായിരിക്കാൻ ലോകസ്ഥാപനത്തിന് മുമ്പ് തന്നെ അവിടുന്ന് നമ്മെ ക്രിസ്തുവിൽ തിരഞ്ഞെടുത്തു. ക്രിസ്തു വഴി നാം അവിടുത്തെ പുത്രന്മാരായി ദത്തെടുക്കണമെന്ന് അവിടുന്ന് തൻ്റെ ഹിതവും ലക്ഷ്യവും അനുസരിച്ച് മുൻകൂട്ടി തീരുമാനിച്ചു.
അവിടുന്ന് ഇപ്രകാരം ചെയ്തത് തൻ്റെ പ്രിയപ്പെട്ടവനിലൂടെ നമ്മിൽ ചൊരിഞ്ഞ തൻ്റെ കൃപയുടെ മഹത്വത്തിനും പുകഴ്ചയ്ക്കും വേണ്ടിയാണ്. തൻ്റെ ഹിതമനുസരിച്ച് എല്ലാം പൂർത്തിയാക്കുന്ന അവിടുന്ന് തൻ്റെ പദ്ധതി അനുസരിച്ച് അവനിൽ നമ്മെ മുൻകൂട്ടി തെരഞ്ഞെടുത്തു നിയോഗിച്ചു. ഇത് ക്രിസ്തുവിൽ ആദ്യമായി പ്രത്യാശ അർപ്പിച്ച നാം അവൻ്റെ മഹത്വത്തിനും സ്തുതിക്കും വേണ്ടി ജീവിക്കുന്നതിനാണ്. കർത്താവിൻ്റെ വചനം. ദൈവത്തിന് നന്ദി. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവകൃപ നിറഞ്ഞവളെ സ്വസ്തി, കർത്താവ് നിന്നോടുകൂടെ. ഹല്ലേലൂയ, 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 കർത്താവ് നിങ്ങളോട് കൂടെ. അങ്ങേ ആത്മാവോട് കൂടെ. ലൂക്കായുടെ വിശുദ്ധ സുവിശേഷത്തിൽ നിന്നുള്ള വായന. കർത്താവേ, അങ്ങേക്ക് മഹത്വം. അക്കാലത്ത് ഗബ്രിയേൽ ദൂതൻ ഗലീലയിൽ നസ്രത്ത് എന്ന പട്ടണത്തിൽ ദാവീദിന്റെ വംശത്തിൽപ്പെട്ട ജോസഫ് എന്ന പേരായ പുരുഷനുമായി വിവാഹ നിശ്ചയം ചെയ്തിരുന്ന കന്യകയുടെ അടുത്തേക്ക് ദൈവത്താൽ അയക്കപ്പെട്ടു. അവളുടെ പേര് മറിയമെന്നായിരുന്നു. ദൂതൻ അവളുടെ അടുത്ത് വന്ന് പറഞ്ഞു, ദൈവകൃപ നിറഞ്ഞവളെ സ്വസ്തി, കർത്താവ് നിന്നോട് കൂടെ. ഈ വചനം കേട്ട് അവൾ വളരെ അസ്വസ്ഥയായി. എന്താണ് ഈ അഭിവാദനത്തിൻ്റെ അർത്ഥമെന്ന് അവൾ ചിന്തിച്ചു. ദൂതൻ അവളോട് പറഞ്ഞു, മറിയമേ, നീ ഭയപ്പെടേണ്ട. ദൈവസന്നിധിയിൽ നീ കൃപ കണ്ടെത്തിയിരിക്കുന്നു. നീ ഗർഭം ധരിച്ച് ഒരു പുത്രനെ പ്രസവിക്കും. നീ അവന് യേശു എന്ന് പേരിടണം. അവൻ വലിയവനായിരിക്കും, അത്യുന്നതൻ്റെ പുത്രൻ എന്ന് വിളിക്കപ്പെടും. അവൻ്റെ പിതാവായ ദാവീദിൻ്റെ സിംഹാസനം ദൈവമായ കർത്താവ് അവന് കൊടുക്കും. യാക്കോബിൻ്റെ ഭവനത്തിന്മേൽ അവൻ എന്നേക്കും ഭരണം നടത്തും. അവൻ്റെ രാജ്യത്തിന് അവസാനമുണ്ടാവുകയില്ല. മറിയം ദൂതനോട് പറഞ്ഞു, ഇതെങ്ങനെ സംഭവിക്കും? ഞാൻ പുരുഷനെ അറിയുന്നില്ലല്ലോ. ദൂതൻ മറുപടി പറഞ്ഞു, പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വരും, അത്യുന്നതൻ്റെ ശക്തി നിന്റെ മേൽ ആവസിക്കും. ആകയാൽ ജനിക്കാൻ പോകുന്ന ശിശു പരിശുദ്ധൻ, ദൈവപുത്രൻ എന്ന് വിളിക്കപ്പെടും. ഇതാ, നിന്റെ ചാർച്ചക്കാരി വൃദ്ധയായ എലിസബത്തും ഒരു പുത്രനെ ഗർഭം ധരിച്ചിരിക്കുന്നു. വന്ധ്യ എന്ന് പറഞ്ഞിരുന്ന അവൾക്ക് ഇത് 6-ാം മാസമാണ്. ദൈവത്തിന് ഒന്നും അസാധ്യമല്ല. മറിയം പറഞ്ഞു, ഇതാ കർത്താവിൻ്റെ ദാസി, നിന്റെ വാക്ക് എന്നിൽ നിറവേറട്ടെ. അപ്പോൾ ദൂതൻ അവളുടെ മുൻപിൽ നിന്ന് മറഞ്ഞു. കർത്താവിൻ്റെ സുവിശേഷം. ക്രിസ്തുവേ, അങ്ങേക്ക് സ്തുതി. ഏറ്റവും അഭിവന്യ പിതാവേ, വികരിച്ച സ്നേഹമുള്ള അച്ഛന്മാരെ, ബ്രദേഴ്സ്, സിസ്റ്റേഴ്സ്, എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട സഹോദരരെ, മറിയത്തിൻ്റെ ഉദരഫലത്തിന് നമ്മൾ കുറഞ്ഞത് 50 പ്രാവശ്യമെങ്കിലും വാഴ്ത്തു ചൊല്ലാറുണ്ട്. നിന്റെ ഉദരഫലം വാഴ്ത്തപ്പെട്ടതാകട്ടെ. അമലോത്ഭവം ആ ഉദരഫലവുമായി ബന്ധപ്പെട്ടാണ്. യേശു വ്യക്തമായി പറഞ്ഞൊരു കാര്യമുണ്ട്, ഈ ഫലത്തിൽ നിന്നാണ്
വിഷത്തെ തിരിച്ചറിയുക. ഈ ഭൂമിയിൽ ഉയരുകൊണ്ട ഏറ്റവും പൂർണ്ണമായ, ഏറ്റവും മധുരമായ ഫലത്തിൻ്റെ പേരാണ് യേശു. സ്വാഭാവികമായിട്ട് യേശുവിൽ കണ്ടെത്തുന്ന എല്ലാ കാര്യങ്ങളും ഈ വിഷത്തിൽ നിന്ന് തന്നെ തളർക്കണം. യേശു നിഷ്കളങ്കതയുടെ പര്യായമാണ്, സിനോനിമാണ്, നിഷ്കളങ്കതയുടെ മറുപദമാണ്. യേശു തന്നെ വിശേഷിപ്പിക്കുന്നൊരു വാക്കുണ്ട്, ഞാൻ മഞ്ഞയാവുന്നു. മഞ്ഞ എന്ന പ്രതീകം ഏറ്റവും പ്യുവറായ ഒന്നിനു വേണ്ടിയാണ്. കാരണം മനുഷ്യ അത്ഭുതപ്പെടുന്ന വാക്കാത്. മൻഹു, എന്താണിത് എന്ന ഒരത്ഭുതത്തിൽ നിന്നാണ് മഞ്ഞെന്ന് പറഞ്ഞ പദം വരിക. നമ്മളെ കണക്ക് പൊടിപുരണ്ട മനുഷ്യർക്ക് എന്നും അത്ഭുതപ്പെടാനുള്ള മഞ്ഞയുടെ പേരായിരുന്നു യേശു. സ്വാഭാവികമായിട്ട് ആ മഞ്ഞ പൊടിച്ച, മഞ്ഞയ്ക്ക് ഇടം കൊടുത്ത സ്ത്രീയും അതേപോലെ ശുദ്ധിയിലും നിഷ്കളങ്കതയിലും തന്നെ രൂപപ്പെട്ടു എന്നുള്ള ലളിതമായ യുക്തിയിൽ നിന്നാണ് ഈ അമലോത്ഭവം എന്ന ആ ഒരു ധ്യാന വിചാരം ഉണ്ടാകുന്നത്. നിന്റെ ഉദരഫലം വാഴ്ത്തപ്പെട്ടതാവട്ടെ. നമുക്കറിയാം മേരിക്ക് എന്തുമാത്രം വാഴ്ത്താണ് കിട്ടുന്നത്. നമ്മൾ പാട്ടിലൊക്കെ ഈ വാനവും ഭൂമിയും നിന്നെ വാഴ്ത്തുന്നു എന്ന് പറയുമ്പോൾ നമ്മളത് മനസ്സിലാക്കുന്നുണ്ടെന്ന് അറിഞ്ഞുകൂടാ. ഇത് കൃത്യമായ സ്ക്രിപ്ചറലായൊരു സ്റ്റേറ്റ്മെൻറ്റാണ്. നമ്മൾ വായിച്ചു കേട്ട ഭാഗം വാനം വാഴ്ത്തുന്നതാണ്. മനുഷ്യനിലേക്ക് ഉറ്റുനോക്കുന്ന വാനം മേരിയെക്കുറിച്ച് പറയുന്നത് ഇങ്ങനെ കൃപ നിറഞ്ഞവളെ. കൃത്യമായി ഇതിൻ്റെ എക്സേറ്റിക്കലായ വായനയൊക്കെ എടുക്കുമ്പോൾ ഒരു കണ്ടെയ്നറിലേക്ക് കൃപ സന്നിവേശിക്കപ്പെടുന്നതല്ല, മറിച്ച് കൃപ തന്നെയായിട്ട് പരാവർത്തനം ചെയ്യപ്പെട്ട ഒരാൾ. ഫുൾ ഓഫ് ഗ്രേസ്. ഒരു പാത്രത്തിലേക്കൊരു കാര്യം നിറക്കുന്ന കണക്കല്ല, അത് തന്നെയായിട്ട് അത് മാറിയിട്ടുണ്ട് എന്നൊക്കെയാണ് ആ പദത്തിൻ്റെ കൃത്യമായ പഠനം. കൃപ തന്നെയായിട്ട് മാറിയ ഒരാൾ. സ്വാഭാവികമായിട്ട് കൃപക്ക് നിരക്കാത്ത ഒരു ഫൈബറിന് പോലും അവളുടെ ബോധത്തിലോ ജീവിതത്തിലോ ഇടമുണ്ടാവില്ല. നമുക്കൊരു മരിയൻ ഓർമ്മപ്പെടുത്തലിൻ്റെ ഭാഗമായിട്ട് അവൾക്ക് വേണ്ടി നൽകുന്ന വാഴ്ത്തുകളിൽ ഒരു പദം ഒന്ന് നമ്മുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരാമെന്നാണ് കരുതുക. ലുത്തീനിയ പ്രാർത്ഥനയിൽ നമ്മൾ വളരെ വേഗത്തിൽ ചൊല്ലിപ്പോകുന്നൊരു വാക്കുണ്ട്, വാഗ്ദാനത്തിൻ്റെ പേടകമേ. എനിക്ക് തോന്നുന്നു മറിയത്തിന് വേണ്ടിയുള്ള വിശേഷണങ്ങളിൽ ഏറ്റവും ശക്തമായ മെറ്റഫർ, ഏറ്റവും ശക്തമായ രൂപകം അതാണ് വാഗ്ദാനത്തിൻ്റെ പേടകമേ. നമുക്കതിൻ്റെ പശ്ചാത്തലം ഒന്ന് വളരെ വേഗത്തിൽ കണ്ട ഒരു മരിയൻ നമസ്കാരത്തിൽ വിചാരം അവസാനിപ്പിക്കുന്ന കരുതുക. എന്താ വാഗ്ദാനത്തിൻ്റെ പേടകമെന്നൊക്കെ വേദപുസ്തക പരിസരമുള്ള നമുക്ക് ധാരണയുണ്ട്. ഏറ്റവും അലങ്കരിച്ചൊന്ന്, അതിൻ്റെ ഉള്ളിൽ എന്തൊക്കെയാണ്? ഇതിൽ 3 കാര്യങ്ങളാണ്. ഒന്ന് ഈ കൽപ്പനകളുടെ ശിലാഫലകമാണ്. 2 ഇങ്ങനെ ആകാശം വീഴ്ത്തിയ മന്ന പിറ്റേ ദിവസത്തേക്ക് ഇരിക്കാറില്ല, പക്ഷെ അവസാനം വീഴ്ത്തിയ മന്ന ശേഖരിച്ച് വെക്കാൻ പറയുന്നു. പിന്നെ അഹ്റോൻ്റെ പൂവിട്ട വടി, ഇതാണ് അതിനകത്ത് കണ്ടെയ്ൻ ചെയ്യുന്ന കാര്യങ്ങൾ. രണ്ടും നമ്മളൊന്ന് ഓർമ്മിച്ചെടുക്കേണ്ടതുണ്ട്. ഒന്ന്, ഇത്രയും അലങ്കരിച്ചൊരു സ്ത്രീ വേറെ ഉണ്ടാവില്ല. എന്തൊക്കെ അലങ്കാരങ്ങളെക്കുറിച്ചാണ് പറയുന്നതൊക്കെ വേദപുസ്തകത്തിലെ പഴയ നിയമത്തിലെ ആ ഭാഗമൊക്കെ ഒന്ന് തപ്പിയെടുത്ത് വായിച്ചാൽ നല്ലതാണ്. ഇത്രയും അലങ്കാരമുള്ളൊരു സ്ത്രീയില്ല. നമുക്കറിയാം, ഈ ഒരു ദേവാലയത്തിൽ എൻ്റെ ഒരു കൺവെട്ടത്തിൽ തന്നെ ഒരു 5ഓളം മരിയൻ ചിത്രങ്ങളോ രൂപങ്ങളോ ഉണ്ട്. ഏറ്റവും അഴകോടുകൂടിയാണ് അത് ചെയ്തിരിക്കുന്നവർ ശ്രദ്ധ വെച്ച് അതിന് രൂപപ്പെടുത്താൻ ശ്രമിച്ചിട്ടുള്ളത്. ഒരു കാര്യം ഉറപ്പാണ്, മിഡിൽ ഈസ്റ്റിലെ ഇങ്ങനെ പൊടിക്കാറ്റേറ്റ് നടന്ന, മിഡിൽ ഈസ്റ്റിലെ കഠിനതാപത്തിന് വിധേയപ്പെട്ട് നടന്ന സൂര്യതാപം ഏറ്റൊരു സ്ത്രീക്ക് ഈ അഴകുണ്ടാവില്ല, ഒരു കാലത്തും ഉണ്ടാവില്ല. അവളെ കുറച്ചുകൂടി നമുക്ക് പിടുത്തം കിട്ടണമെങ്കിൽ
ഈ നാടോടി കൂട്ടങ്ങളിലൊക്കെ നോക്കിയാൽ പിടുത്തം കിട്ടും. അലഞ്ഞു നടന്ന സ്ത്രീയാ. എന്നിട്ട് ഈ അലഞ്ഞു നടന്ന സ്ത്രീക്ക് ഇത്രയും അഴക് കൽപ്പിച്ചു കൊടുക്കുന്നത് വാസ്തവത്തിൽ നമുക്ക് പറഞ്ഞു തീരാനാവാത്ത ഒരു ആനന്ദവും പറഞ്ഞു തീരാനാവാത്ത സൂചനകളും വിശേഷണങ്ങളും കൊണ്ട് സമൃദ്ധമാക്കാൻ വേണ്ടിയാണ്. അഴകെന്ന് പറയുന്നത് ഈ കാണുന്നതല്ല. ഈ കാണുന്നതല്ല അഴകെന്ന് മനസ്സിലാക്കാനായിട്ട് ഈ കയ്യിലിരിക്കുന്ന മാസ്ക് മതി. ഇപ്പോൾ നമ്മൾ കണ്ടുമുട്ടുന്ന മനുഷ്യർക്കിങ്ങനെ ഒരേപോലെ ഇരിക്കുന്നത്. എന്ത് വ്യത്യാസം ഉണ്ടാക്കുന്നത്? അപ്പോൾ അഴക് ഈ കാണുന്നതല്ല. അഴകൊരു ഉള്ളിലൊരു പൂ ഉണ്ടായിരിക്കുക എന്നുള്ള. കുഞ്ഞുങ്ങളോട് അങ്ങനെയാണ് പറഞ്ഞു കൊടുക്കുന്നത്. ഒരു പൂവെടുത്തിട്ട് ഇങ്ങനെ വക്ക് കളഞ്ഞ ഒരു ബൾബിനകത്ത് വെച്ചാലും, പൊട്ടിത്തുടങ്ങിയ ഒരു ചില്ല് ഗ്ലാസ്സിൽ വെച്ചാലും, ചളുങ്ങിയ ഒരു പൗഡർ ടിന്നിൽ വെച്ചാലും, ആ പൂ വെക്കുന്ന നിമിഷം തൊട്ട് അത് പൂപാത്രമായി മാറുമെന്ന് പറയുന്ന കണക്ക് ഈ പുറത്ത് കാണുന്നതല്ല അഴക. അകത്തുകൊണ്ട് നടക്കുന്ന ചില അനുഭൂതികളാണ്. ഈ കരുണയും സ്നേഹവും ഹൃദയാർദ്രതയും ഒക്കെ കൂടി ചേർന്നിട്ടാണ് ജീവിതത്തിന് അഴക് കൊടുക്കുന്നത്. ചിത്രകാരന്മാർക്ക് അകം വരക്കാനായിട്ടുള്ള ആ ഒരു കഴിവില്ലാത്തത് കൊണ്ട് അവരിങ്ങനെ പുറത്ത് വരച്ച് ഇങ്ങനെ ഭംഗിയാക്കിയ. വേദപുസ്തകം എഴുതുമ്പോൾ പോലും അത് വലിയൊരു പ്രശ്നമാണ്. അതുകൊണ്ടാണല്ലോ വേദപുസ്തകം നമുക്ക് ലഭിക്കുന്ന ഏറ്റവും നല്ല മരിയ കൽപ്പന സൂര്യനെ ഉടയാടയാക്കിയ സ്ത്രീ എന്ന. ഇതിനേക്കാൾ എന്താ നമ്മൾ ഒരാളുടെ ജീവിതത്തെക്കുറിച്ച് പറയാനായിട്ടുള്ളത്? സൂര്യനെ ഉടയാടയാക്കിയ സ്ത്രീ, ചന്ദ്രൻ അവളുടെ പാദപീഠം. ഒന്നുകൂടി ഓർത്തോളണം, വേദപുസ്തകം എഴുതിയ കാലത്ത് ഇതൊരു മരിയൻ ബിംബമായിരുന്നില്ല. അന്ന് സ്വയം പ്രകാശിക്കേണ്ട സഭയ്ക്ക് വേണ്ടി കരുതി വെച്ചൊരു മെറ്റഫറായിരുന്നു. പിന്നീട് ഒരു 3-ാം നൂറ്റാണ്ട് തൊട്ട് മരിയൻ വിചാരവും ധ്യാനവും ശക്തമായ കാലം തൊട്ട് അത്രയും പുരാതനമായിട്ട് ഈ സങ്കല്പം മേരിയിലേക്ക് കൈമാറ്റം ചെയ്യപ്പെടുകയാണ്. അപ്പം ഇങ്ങനെ പ്രകാശിക്കുന്ന സ്ത്രീ, പ്രകാശിക്കുന്ന പുരുഷൻ. അപ്പം യേശുവിനെ കണക്ക് ഒരാൾക്ക് ഉയിര് കൊടുത്തത് കൊണ്ടാണ് മേരിയെ നമ്മൾ വാഗ്ദാനത്തിൻ്റെ പേടമെന്ന് പറയുന്നത്. കാരണം ഈ പറഞ്ഞ 3 പ്രതീകങ്ങളും, ആ ശിലാഫലകം, മന്ന, പിന്നെ അഹ്റോൻ്റെ പൂവിട്ട വടി ഒക്കെ യേശുവിൻ്റെ തന്നെ സൂചനകളാണ്. കാരണം പുതിയ കൽപ്പനയാണ് യേശു, പുതിയ മന്നയാണ് യേശു. അഹ്റോൻ്റെ ഈ വടിയെന്നൊക്കെ പറയുന്നത് പൗരോഹിത്യത്തിൻ്റെ സൂചനയാണ്. പൊന്തിഫക്സ് എന്നൊരു പദത്തിൽ നിന്നൊക്കെയാണ് ഈ പ്രീസ്റ്റ് എന്നൊക്കെ ഒരു വാക്കുണ്ടാവുക. ആ വാക്കിൻ്റെ അർത്ഥം ബ്രിഡ്ജ് മേക്കർ എന്നാണ്. പോപ്പിനെ നമ്മളിപ്പോഴും സുപ്രീം പൊന്തിഫക്സ് എന്നാണ് പറയുന്നത്, ബ്രിഡ്ജ് മേക്കർ എന്നാ. മനുഷ്യനും ദൈവത്തിനും ഇടയിൽ ഒരുപക്ഷെ പണിയാതെ പോയൊരു പാലത്തെ, അല്ലെങ്കിൽ തകർന്നു പോയൊരു പാലത്തെ പുനർനിർമ്മിച്ച ആളുടെ പേരാണ് യേശു. ചുരുക്കത്തിൽ യേശുവിനെ കണക്ക് ഒരാൾ കുതിരത്തിൽ കൊണ്ടു നടന്നത്, പിന്നെ ഹൃദയത്തിൽ കൊണ്ടു നടന്നതിന് മറിയത്തിന് കിട്ടിയ വാഴ്ത്താണ് വാഗ്ദാനത്തിൻ്റെ പേടകം. നമുക്ക് ഓർത്തു കഴിഞ്ഞെന്നാൽ നമ്മുടെ അമ്മമാരുമായിട്ട് ബന്ധപ്പെട്ട് വേണം നമ്മൾ ഈ തിരുനാൾ ഇങ്ങനെ അവസാനിപ്പിക്കാനായിട്ട്. വീടുകളിലൊക്കെ കുറച്ചുകൂടി ഡൊമസ്റ്റിക് ചർച്ച് രൂപപ്പെട്ടിട്ടുണ്ട്. ഇങ്ങനെ എനിക്ക് തോന്നുന്നു ടി വിയുടെ മുമ്പിലും ഫോണിൻ്റെയൊക്കെ മുമ്പിലും ഇങ്ങനെ കുറച്ച് ആദരപൂർവ്വമായി ഇപ്പോൾ മനുഷ്യരിക്കുന്നത്. കാരണം ഈ കാര്യങ്ങൾ സ്ട്രീം ചെയ്യുന്നുണ്ട്. ഇപ്പോൾ എവിടെയെങ്കിലുമൊക്കെ ഒരു മൂലയ്ക്ക് നിങ്ങളുടെ അമ്മമാരുണ്ടായിരിക്കും. ചിലപ്പോൾ എൻ്റേത് കണക്കൊക്കെ അമ്മമാർ കടന്നു പോയിട്ടുണ്ടാവും. പക്ഷെ നമുക്ക് വെറുതെ നമ്മുടെ അമ്മമാരെ ഓർമ്മിപ്പിച്ച് ഈ വിചാരം അവസാനിപ്പിക്കാം. ഈ നമ്മുടെ അമ്മമാരുടെ ഉദരങ്ങളും ഈ വാഗ്ദാന പേടകമാവൂ. എപ്പോഴാണ് നിങ്ങളിങ്ങനെ യേശുവിനെ കണക്ക് രൂപപ്പെടുമ്പോഴാണ്, യേശുവിനെ കണക്ക് ഉള്ള മക്കൾ രൂപപ്പെടുമ്പോഴാണ് അമ്മമാരുടെ ഉദരങ്ങൾ വാഴ്ത്തപ്പെടുന്നത്. അല്ലാതെ അതിലേക്ക് വേറെ കുറുക്കുവഴികളൊന്നുമില്ല. ഭൂമിയിലുള്ള എല്ലാ സ്ത്രീകൾക്കും മേരിയോട് വല്ലാത്തൊരു വിശുദ്ധിയുള്ള കുശുമ്പുണ്ടായിരുന്നു. അവരൊക്കെ ഒരുതരം ഈ മേരി ഓർത്ത് ഇങ്ങനെ ജലസായിരുന്നു. ഒരുതരം സുഗന്ധമുള്ള കുശുമ്പ. എന്താ കാര്യം? തങ്ങൾ കാക്ഷിച്ച ഒരു മകൻ മേരിക്കുണ്ടായി. ലോകത്തുള്ള എല്ലാ അമ്മമാരും ആഗ്രഹിക്കുന്നത് യേശുവിനെ കണക്കുള്ള മക്കളെ. അതായിരുന്നു ആ കാലത്തെ എല്ലാ അമ്മമാരുടെയും മേരിയോടുള്ള ഒരു ചെറിയ ഹൃദയപൂർവമായ കുശുമ്പ. അത്തരം
ഒരു പശ്ചാത്തലത്തിൽ നിന്നാണ്, വേദപുസ്തകത്തിൽ നിന്നൊരു സ്വരം നമ്മൾ വേറിട്ട് കേൾക്കുന്നത്. യേശു ഇങ്ങനെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുക. അപ്പം അവൻ്റെ ആ വാക്കിൻ്റെ അമൃതധാരയിൽ ഇങ്ങനെ സ്നാനം ചെയ്ത് ശുദ്ധി പ്രാപിച്ചൊക്കെ മനുഷ്യൻ നിൽക്കുമ്പോൾ ഒരു സ്ത്രീക്ക് തൻ്റെ ഹൃദയം കവിഞ്ഞൊഴുകുന്ന തടയാൻ പറ്റിയില്ല. അവളിങ്ങനെ വിളിച്ചു പറഞ്ഞു, നിന്നെ ഊട്ടിയ മാറും നിന്നെ വഹിച്ച ഉദരവും എത്രയോ അനുഗ്രഹീതം. നിന്നെ ഊട്ടിയ മാറും നിന്നെ വഹിച്ച ഉദരവും എത്രയോ അനുഗ്രഹീതം. ജീവിതത്തിൻ്റെ ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ നിങ്ങളോടൊപ്പം വസിക്കുന്ന ഒരു മനുഷ്യൻ നിങ്ങളെ നോക്കിയിട്ട് നിങ്ങളെ കണക്ക് ഒരുവനെ രൂപപ്പെടുത്തിയ, അല്ലെങ്കിൽ നിങ്ങളെ കണക്ക് ഒരുവളെ രൂപപ്പെടുത്തിയ ആ സ്ത്രീ എത്ര അനുഗ്രഹീത എന്ന് പറയുന്നൊരു നിമിഷമുണ്ടല്ലോ. അതായിരിക്കും നമുക്ക് അമ്മമാർ നൽകിയതിന് പകരം നൽകാവുന്ന ഏക സമ്മാനം. അല്ലാതെ മറ്റെന്ത് സമ്മാനം തിരികെ കൊടുക്കാമെന്നാണ് നിങ്ങൾ കരുതുന്നത്? എന്തുകൊണ്ട് നിങ്ങൾ ഇതിനൊക്കെ ഈ കടങ്ങളൊക്കെ വീട്ടും? കടം വീട്ടാനുള്ള ഏക മാർഗം നിങ്ങളെ കണ്ട് മനുഷ്യൻ അത്ഭുതപ്പെടുക എന്നുള്ളതാണ്. കല്യാണം കഴിച്ചു വന്ന പെൺകുട്ടിയെ ഒരു 3-4 മാസം കഴിയുമ്പോൾ അവളെ കൂട്ടിക്കൊണ്ടുവന്ന ചെറുപ്പക്കാരൻ പറയുന്നു, നീ എങ്ങനെ ഇത്രയും നിഷ്കളങ്കയായിട്ടൊക്കെ ജീവിക്കുന്നത്? സ്വാഭാവികമായിട്ട് നിന്നെ ഊട്ടിയ, നിന്നെ വളർത്തിയ ആ വീട് അനുഗ്രഹീതമാണ്. ചുരുക്കത്തിൽ ജീവിച്ചിരിക്കുന്നവരും കടന്നുപോയതുമായ നമ്മുടെ അമ്മമാർക്ക് നൽകാവുന്ന ഏറ്റവും നല്ല ട്രിബ്യൂട്ട് ഈ അവനക്കണക്ക് ജീവിക്കാൻ ശ്രമിക്കുന്ന ചില മക്കളാണ്. അവരുടെ ഗോത്രത്തിന് അവസാനമുണ്ടാവട്ടെ. May their clan never end. May their clan never end. അവരുടെ ഗോത്രത്തിന് അവസാനമുണ്ടായിരിക്കട്ടെ. ആമേൻ. ഏകദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. സ്വർഗ്ഗത്തിന്റെയും ഭൂമിയുടെയും ദൃശ്യവും അദൃശ്യവുമായ എല്ലാത്തിന്റെയും സൃഷ്ടാവും സർവശക്തനുമായ പിതാവിൽ ഞാൻ വിശ്വസിക്കുന്നു. ഏക കർത്താവും ജാതനായ ദൈവപുത്രനും എല്ലാ യുഗങ്ങൾക്കും മുൻപ് പിതാവും ജനിച്ചവനുമായ യേശുക്രിസ്തുവിൽ ഞാൻ വിശ്വസിക്കുന്നു. ദൈവത്തിൽ നിന്നുള്ള ദൈവവും പ്രകാശത്തിൽ നിന്നുള്ള പ്രകാശവും സത്യദൈവത്തിൽ നിന്നുള്ള സത്യവും ജനിച്ചവനും സൃഷ്ടിക്കപ്പെടാത്തവനും പിതാവുമായ സത്യഗ്രഹീനുമായ അവിടുന്ന് വഴി സകലവും സൃഷ്ടിക്കപ്പെട്ടു. മനുഷ്യരായ നമുക്ക് വേണ്ടിയും നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടിയും അവിടുന്ന് സ്വർഗ്ഗത്തിൽ നിന്നിറങ്ങി പരിശുദ്ധാത്മാവാൽ കന്യകാമറിയത്തിൽ നിന്ന് ശരീരം സ്വീകരിച്ച് മനുഷ്യനായി തീർന്നു. പോന്തിയോസ് പിലാത്തോസിന്റെ കാലത്ത് നമുക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ട് പീഡകൾ സഹിച്ച് മരിച്ച് അടക്കപ്പെട്ട് വിശുദ്ധീകരണമനുസരിച്ച് 3-ാം ദിവസം ഉയർക്കുകയും സ്വർഗത്തിലേക്ക് ആരോഹണം ചെയ്യുകയും പിതാവിന്റെ വലത്തുഭാഗത്തിരിക്കുകയും ചെയ്യുന്നു. ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കാൻ അവിടുന്ന് മഹത്വത്തോടെ വീണ്ടും വരും. അവിടുത്തെ രാജ്യത്തിന് അവസാനമുണ്ടായില്ല. കർത്താവും ജീവദാതാവും പിതാവിൽ നിന്നും പുത്രനിൽ നിന്നും പുറപ്പെടുന്നവനും പിതാവിനോടും പുത്രനോടും ഒപ്പം ആരാധിക്കപ്പെടുന്നവനും സ്തുതിക്കപ്പെടുന്നവനും പ്രവാചകന്മാർ സംസാരിച്ചവനുമായ പരിശുദ്ധാത്മാവിൽ ഞാൻ വിശ്വസിക്കുന്നു. ഏകവും വിശുദ്ധവും സാർവത്രികവും അപ്പസ്തോലികമായ സഭയിലും ഞാൻ വിശ്വസിക്കുന്നു. പാപങ്ങളുടെ മോചനത്തിനായുള്ള ഏകജ്ഞാനസ്നാനം ഞാൻ ഏറ്റുപറയുകയും മരിച്ചവരുടെ ഉയർപ്പും വരാനിരിക്കുന്ന ഏകത്തിന്റെ ജീവിതവും ഞാൻ പ്രതീക്ഷിക്കുകയും ചെയ്യുന്നു. ആമേൻ. പ്രിയ സഹോദരരെ, എല്ലാ മനുഷ്യരും രക്ഷപ്പെടണമെന്നും സത്യത്തിൻ്റെ അറിവിലേക്ക് വരണമെന്നും ആഗ്രഹിക്കുന്ന സർവശക്തനായ
പിതാവായ ദൈവത്തിലേക്ക് പൂർണ്ണ ഹൃദയത്തോടെ നമ്മുടെ പ്രാർത്ഥനകൾ സമർപ്പിക്കാം. കാരുണ്യവാനായ യേശുനാഥ, തിരുസഭയെ അവിടുത്തെ തിരുമുമ്പിൽ സമർപ്പിക്കുന്നു. പരിശുദ്ധ പിതാവായ ഫ്രാൻസിസ് പാപ്പയെയും അതിരൂപതയെ നയിക്കുന്ന എല്ലാ മെത്രാന്മാരെയും വൈദികരെയും സന്യസ്തരെയും പ്രത്യേകമായി തിരുനാൾ ദിവ്യബലിക്ക് മുഖ്യ കാർമ്മികത്വം വഹിക്കുന്ന അഭിവന്യ ജോസഫ് പിതാവിനെയും വചനപ്രഘോഷണം നടത്തിയ ബോബി ജോസ് അച്ഛനെയും അങ്ങയുടെ തൃക്കരങ്ങളിൽ സമർപ്പിക്കുന്നു. തിരുസഭയെ സ്നേഹത്തിലും ഐക്യത്തിലും നയിക്കുന്നതിനും എല്ലാ ജനതകൾക്കും സുവിശേഷം നൽകുന്നതിനുമുള്ള കൃപ നൽകി എല്ലാവരെയും അനുഗ്രഹിക്കണമേ എന്ന് അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. സ്നേഹസ്വരൂപനായ പിതാവേ, ഇടവകയെ കുടുംബമെന്ന പോലെ നയിക്കുന്ന പ്രിയ ബഹുമാനപ്പെട്ട വികാരി ടൈറ്റസ് അച്ഛനെയും സഹവികാരി ടിനു അച്ഛനെയും അവിടുത്തെ തിരുമുമ്പിൽ സമർപ്പിക്കുന്നു. ക്രിസ്തുവിൻ്റെ സ്നേഹവും കാരുണ്യവും നിറഞ്ഞ പ്രവർത്തനത്താൽ ദൈവജനത്തെ പരിപാലിക്കുന്നതിന് വേണ്ട കൃപ നൽകി അനുഗ്രഹിക്കുന്നതിന് ഇടവകയിൽ ധാരാളമായി ദൈവവിളി ഉണ്ടാകുന്നതിനും അനുഗ്രഹിക്കണമേ എന്ന് അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. കാരുണ്യവാനായ യേശുനാഥ, പരിശുദ്ധ അമ്മയുടെ 155 ദർശന തിരുനാൾ ഏറ്റെടുത്തു നടത്തുന്ന എല്ലാ പ്രസുദ്ധേന്തിമാരെയും അവിടുത്തെ തിരുസന്നിധിയിൽ സമർപ്പിക്കുന്നു. അവരുടെ നിയോഗങ്ങളും പ്രാർത്ഥനകളും കാനായിലെ കുറവ് നിറവാക്കിയ അമ്മയുടെ മാധ്യസ്ഥം വഴി ഓരോരുത്തരെയും അനുഗ്രഹിക്കണമേ എന്ന് അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. ദൈവമേ, ഞങ്ങൾ ഓരോരുത്തരും അങ്ങേ തിരുമനസ്സിനൊത്ത വിധം ജീവിച്ച് സ്വർഗത്തിൽ അങ്ങേ സന്നിധിയിൽ എല്ലാ മാലാകമാരോടും വിശുദ്ധരോടുമൊത്ത് നിത്യാനന്ദത്തിൽ പങ്കുചേരുവാൻ ഇടയാക്കണമെന്ന് അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. ഞങ്ങളുടെ അഭയവും ശക്തിയുമായ ദൈവമേ, അങ്ങേ സഭയുടെ ഭക്തിനിർഭരമായ പ്രാർത്ഥനകൾ ശ്രവിക്കണമേ. എന്തെന്നാൽ കാരുണ്യത്തിൻ്റെ ഉടയവൻ അങ്ങ് തന്നെയാണല്ലോ. ഞങ്ങൾ വിശ്വാസപൂർവ്വം യാചിക്കുന്നത് ഫലപ്രദമായി സംപ്രാപിക്കാൻ അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ കർത്താവായ ക്രിസ്തു വഴി ഈ പ്രാർത്ഥന കേട്ടരുളണമേ. ആമേൻ. കാൽവരിക്കുന്നിൻ നിഴലിൽ കത്തും ദീപസന്നിധിയിൽ അപ്പവും വീഞ്ഞും കാസയുമായി നാം ഒന്ന് ചേരുമീ ബലിയിൽ. ഇന്നിതായിവിടെ ഈ സുദിനത്തിൽ ഒരു ബലി കൂടി കാൽവരിയിൽ. ഇന്നിതായിവിടെ യേശുവോടൊത്ത് നാഥൻ അർപ്പിക്കും ആത്മയാഗം. ഓരോ പൂമരം തോറും പൂക്കും മഞ്ചരി ഞങ്ങൾ.
വിശ്വവേദിയിൽ നൽകാം. ഇന്നിതാ ഇവിടെ ഈ സുദിനത്തിൽ ഒരു ബലി കൂടി കാൽവരിയിൽ. ഇന്നിതാ ഇവിടെ യേശുവോടൊത്ത് നാഥൻ അർപ്പിക്കും ആത്മയാഗം. എന്നും പുൽനാമ്പിലൂറും നീർമണി മുത്താണു ഞങ്ങൾ. ഈ മണിമുത്തേ കാസയിൽ ചേർത്ത് നിന്റെ വ്യക്തമായി നൽകൂ. ഇന്നിതാ ഇവിടെ ഈ സുദിനത്തിൽ ഒരു ബലി കൂടി കാൽവരിയിൽ. ഇന്നിതാ ഇവിടെ യേശുവോടൊത്ത് നാഥൻ അർപ്പിക്കും ആത്മയാഗം. ഓരോ പൂമരം തോറും പൂക്കും മഞ്ചരി ഞങ്ങൾ. ഈ നിറപുഷ്പം നൈവേദ്യമായി ഈ വിശ്വവേദിയിൽ നൽകാം. ഇന്നിതാ ഇവിടെ ഈ സുദിനത്തിൽ ഒരു ബലി കൂടി കാൽവരിയിൽ. ഇന്നിതാ ഇവിടെ യേശുവോടൊത്ത് നാഥൻ അർപ്പിക്കും ആത്മയാഗം. സഹോദരരെ, എൻ്റെയും നിങ്ങളുടെയും ബലി സർവശക്തനും പിതാവുമായ ദൈവത്തിന് സ്വീകാര്യമാകാൻ വേണ്ടി പ്രാർത്ഥിക്കുവാൻ. നമ്മുടെയും അവിടുത്തെ തിരുസഭ മുഴുവൻ നിലനിൽക്കുമായി അങ്ങേ കരങ്ങളിൽ നിന്ന് ഈ ബലി സ്വീകരിക്കുമാറാകട്ടെ. കർത്താവെ, പരിശുദ്ധ കന്യകമറിയത്തിൻ്റെ അമലോത്ഭവ മഹോത്സവത്തിൽ ഞങ്ങൾ അർപ്പിക്കുന്ന രക്ഷാകരമായ ബലി കനിവോടെ സ്വീകരിക്കണമേ. അങ്ങേ മുൻകൂട്ടിയുള്ള കൃപയാൽ പരിശുദ്ധ കന്യക എല്ലാ പാപക്കറകളിലും നിന്ന് ഒഴിവാക്കപ്പെട്ടുവെന്ന് പ്രഖ്യാപിക്കുന്ന ഞങ്ങളും പരിശുദ്ധ കന്യകയുടെ മാധ്യസ്ഥ്യം വഴി എല്ലാ പാപങ്ങളിലും നിന്ന് വിമുക്തരാകാൻ അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടരുളണമേ. ആമേൻ. കർത്താവ് നിങ്ങളോട് കൂടെ, അങ്ങേ ആത്മാവോടും കൂടെ. ഹൃദയങ്ങൾ ഉയർത്തുവിൻ. കർത്താവിലേക്ക് ഞങ്ങൾ ഉയർത്തിയിരിക്കുന്നു. നമ്മുടെ കർത്താവായ ദൈവത്തിന് നന്ദി പ്രകാശിപ്പിക്കാം. അത് ഉചിതവും ന്യായവും അത്രേ. കർത്താവേ, പരിശുദ്ധനായ പിതാവേ, സർവശക്തനും നിത്യനുമായ ദൈവമേ, എങ്ങും എപ്പോഴും അങ്ങേക്ക് ഞങ്ങൾ കൃതജ്ഞത അർപ്പിക്കുന്നത് യഥാർത്ഥത്തിൽ ഉചിതവും ന്യായവും യോഗ്യവും രക്ഷാകരവുമാണല്ലോ. ഏറ്റവും പരിശുദ്ധ കന്യകമറിയത്തെ ഉത്ഭവപാപത്തിൻ്റെ എല്ലാ കരകളിലും നിന്ന് അങ്ങ് സംരക്ഷിച്ചുവല്ലോ. അങ്ങനെ അങ്ങേ കൃപയുടെ പൂർണ്ണതയാൽ അലങ്കരിച്ച പരിശുദ്ധ കന്യകയിൽ അങ്ങേ പുത്രന് സമുചിതയായ മാതാവിനെ അങ്ങ് ഒരുക്കുകയും അവിടുത്തെ കറയും ചുളിവുമില്ലാത്ത മനോഹര വധുവായ സഭയുടെ ആരംഭമായി അങ്ങ് ദ്യോതിപ്പിക്കുകയും ചെയ്തു. ഏറ്റവും പരിശുദ്ധ കന്യക
ഞങ്ങളുടെ പാപങ്ങൾ നീക്കിക്കളയുന്ന നിർമ്മല കുഞ്ഞാടായ പുത്രനെ പ്രദാനം ചെയ്യാനുള്ളവളാകുന്നു. ഈ കന്യകയെ എല്ലാവർക്കും ഉപരിയായി അങ്ങേ ജനത്തിന് കൃപയുടെ മധ്യസ്ഥയായും വിശുദ്ധിയുടെ മാതൃകയായും അങ്ങ് നിയോഗിച്ചു. ആകയാൽ മാലാഖ വൃന്ദങ്ങളോട് ചേർന്ന് ആഹ്ലാദപൂർവം അങ്ങയെ ഏറ്റുപറഞ്ഞുകൊണ്ട് ഞങ്ങൾ പ്രകീർത്തിക്കുന്നു. പരിശുദ്ധൻ പരിശുദ്ധൻ പരിശുദ്ധൻ. സൈന്യങ്ങൾ തൻ കർത്താവാം ദൈവം പരിശുദ്ധൻ. ദൈവം പരിശുദ്ധൻ. നിരുപമമങ്ങേ മഹിമകളാൽ നിറഞ്ഞു മഹിയും വിണ്ടലവും. ഹോസാന ഹോസാന അത്യുന്നതങ്ങളിൽ ഹോസാന. കർത്താവിൻ തിരുനാമത്തിൽ വരുവോനേറ്റം ധന്യനുമാം. ഹോസാന ഹോസാന അത്യുന്നതങ്ങളിൽ ഹോസാന. കർത്താവേ, സർവവിശുദ്ധിയുടെയും ഉറവിടമായ അങ്ങ് സത്യമായും പരിശുദ്ധനാകുന്നു. ആകയാൽ അങ്ങേ ആത്മാവാൽ മഞ്ഞുകണം പോലെ ഈ കാണിക്കകൾ പവിത്രമാക്കണമേ. അങ്ങനെ ഞങ്ങൾക്കായി ഇവ ഞങ്ങളുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ശരീരവും രക്തവുമായി തീരുമാറാകട്ടെ. അവിടുന്ന് ഒറ്റിക്കൊടുക്കപ്പെട്ട് സുമനസാലെ പീഡകൾ സഹിച്ചപ്പോൾ അപ്പമെടുത്ത് കൃതജ്ഞത പ്രകാശിപ്പിച്ച് മുറിച്ച് തൻ്റെ ശിഷ്യന്മാർക്ക് കൊടുത്തുകൊണ്ട് അരുൾ ചെയ്തു, എല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി ഭക്ഷിക്കുവിൻ. എന്തെന്നാൽ ഇത് നിങ്ങൾക്ക് വേണ്ടി അർപ്പിക്കാനിരിക്കുന്ന എൻ്റെ ശരീരം ആകുന്നു. അപ്രകാരം അത്താഴം കഴിഞ്ഞ് പാനപാത്രമെടുത്ത് വീണ്ടും അങ്ങയ്ക്ക് കൃതജ്ഞത പ്രകാശിപ്പിച്ച് തൻ്റെ ശിഷ്യന്മാർക്ക് കൊടുത്തുകൊണ്ട് അരുൾ ചെയ്തു, എല്ലാവരും വാങ്ങി ഇതിൽ നിന്ന് കുടിക്കുവിൻ. എന്തെന്നാൽ ഇത് നിങ്ങൾക്ക് വേണ്ടിയും അനേകർക്ക് വേണ്ടിയും പാപമോചനത്തിനായി ചിന്തപ്പെടാനിരിക്കുന്ന എൻ്റെ രക്തത്തിൻ്റെ നവീനവും സനാതനവുമായ ഉടമ്പടിയുടെ പാനപാത്രമാകുന്നു. ഇത് നിങ്ങൾ എൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുവിൻ.
വിശ്വാസത്തിന്റെ രഹസ്യം. കർത്താവേ, അങ്ങ് വീണ്ടും വരുന്നതുവരെ അങ്ങേ മരണം ഞങ്ങൾ പ്രഖ്യാപിക്കുന്നു, അങ്ങേ ഉയർപ്പ് ഞങ്ങൾ ഏറ്റുപറയുന്നു. ആകയാൽ കർത്താവേ, അവിടുത്തെ മരണവും ഉയർപ്പും ഓർത്തുകൊണ്ട് അങ്ങേ തിരുമുമ്പിൽ നിൽക്കുന്നതിനും അങ്ങേ പരിചരിക്കുന്നതിനും അർഹരാക്കി തീർത്തതിന് ഞങ്ങൾ നന്ദി പറഞ്ഞുകൊണ്ട് ജീവന്റെ അപ്പവും രക്ഷയുടെ പാനപാത്രവും ഞങ്ങൾ അങ്ങേക്ക് അർപ്പിക്കുന്നു. ക്രിസ്തുവിൻ്റെ ശരീരത്തിലും രക്തത്തിലും പങ്കുചേരുന്ന ഞങ്ങളെ പരിശുദ്ധാത്മാവിൽ ഒന്നായി ചേർക്കണമെന്ന് താഴ്മയോടെ ഞങ്ങൾ അപേക്ഷിക്കുന്നു. കർത്താവെ, ലോകമെങ്ങും വ്യാപിച്ചു കിടക്കുന്ന അങ്ങേ സഭയെ ഓർക്കണമേ. ഞങ്ങളുടെ ഫ്രാൻസിസ് പാപ്പയോടും ഞങ്ങളുടെ അതിരൂപതധ്യക്ഷനായ ജോസഫ് മെത്രാപ്പൊലീത്തയോടും വൈദിക ഗണത്തോടുമൊത്ത് സഭയെ അങ്ങ് സ്നേഹത്തിൻ്റെ പൂർണ്ണതയിലെത്തിക്കണമേ. ഉയർപ്പിൻ്റെ പ്രത്യാശയും നിലകൊള്ളുന്ന ഞങ്ങളുടെ സഹോദരങ്ങളെയും അങ്ങേ കാരുണ്യത്താൽ മരണമടഞ്ഞ സകലരെയും അങ്ങ് ഓർക്കുകയും അങ്ങേ മുഖത്തിൻ്റെ പ്രകാശത്തിലേക്ക് അവരെ സ്വീകരിക്കുകയും ചെയ്യണമേ. ഞങ്ങളെല്ലാവരിലും കനിയണം ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അങ്ങനെ ദൈവമാതാവായ പരിശുദ്ധ കന്യാമറിയത്തോടും ആ കന്യകയുടെ ഭർത്താവായ ഭാഗ്യപ്പെട്ട ഔസേപ്പിനോടും അനുഗ്രഹീതരായ അപ്പോസ്തലന്മാരോടും കാലാകാലങ്ങൾ അങ്ങേ പ്രസാദിപ്പിച്ച സകല വിസ്തരോടുമൊത്ത് നിത്യജീവനിൽ പങ്കുചേരുവാൻ ഞങ്ങൾ അർഹരാക്കുകയും അങ്ങേ പുത്രനായ യേശു ക്രിസ്തു വഴി ഞങ്ങൾ അങ്ങേ സ്തുതിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യുമാറാകട്ടെ. ക്രിസ്തുവിലൂടെ, ക്രിസ്തുവിനോടുകൂടെ, ക്രിസ്തുവിൽ തന്നെ സർവശക്തനായ ദൈവവും പിതാവുമായ അങ്ങേക്ക് പരിശുദ്ധാത്മാവുമായുള്ള ഐക്യത്തിൽ എല്ലാ ബഹുമതിയും മഹത്വവും എന്നും എന്നേക്കും. ആമേൻ. രക്ഷാകരമായ കൽപ്പനകളാൽ ഉത്ബോധിതരായും ദിവ്യോപദേശത്താൽ രൂപവൽകൃതരായും നിർഭയം നമുക്ക് ഏറ്റുചൊല്ലാം. സ്വർഗത്തിൽ വാഴും ഞങ്ങൾ തൻ താതാ, നിൻ നാമം പൂജിതമായിടേണം. വരണം നിൻ രാജ്യം സ്വർഗത്തിലെപ്പോൾ എന്നുള്ള പാലിലുമായിടേണം. അന്നു വേണ്ടുന്നോരാഹാരമിന്നും ഞങ്ങൾക്കു നൽകുമാറായിടേണം. അന്യതൻ ദ്രോഹം ഞങ്ങൾ ക്ഷമിക്കുമ്പോൾ ഞങ്ങൾ തൻ ദ്രോഹവും നീ ക്ഷമിക്കാം. പാപപരീക്ഷയിൽ ഉൾപ്പെടുത്താതെ തിന്മയിൽ നിന്നു നീ കാത്തിടേണം. കർത്താവേ, എല്ലാ തിന്മകളിലും നിന്ന് ഞങ്ങളെ മോചിപ്പിക്കണമേ. ഞങ്ങളുടെ ദിനങ്ങളിൽ സമാധാനം കനിവാർന്നു നൽകണമേ. അനുഗ്രഹപൂർണമായ പ്രത്യാശയും ഞങ്ങളുടെ രക്ഷകനായ യേശുക്രിസ്തുവിൻ്റെ ആഗമനവും പ്രതീക്ഷിച്ചുകൊണ്ട് അങ്ങേ കരുണയുടെ സഹായത്താൽ ശക്തി പ്രാപിച്ച് ഞങ്ങളെപ്പോഴും പാപത്തിൽ നിന്ന് മോചിതരാകുകയും എല്ലാ വിപത്തുകളിലും നിന്ന് സുരക്ഷിതരാകുകയും ചെയ്യുമാറാകട്ടെ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാവുന്നു. സമാധാനം ഞാൻ നിങ്ങൾക്ക് നൽകുന്നു, എൻ്റെ സമാധാനം നിങ്ങൾക്ക് ഞാൻ തരുന്നു എന്ന് അങ്ങേ അപ്പോസ്തലന്മാരുടെ അരുൾ ചെയ്ത കർത്താവായ യേശു ക്രിസ്തുവേ, ഞങ്ങളുടെ പാപങ്ങളല്ല പിന്നെയോ അങ്ങേ സഭയുടെ വിശ്വാസം തൃക്കൺ പാർത്ത് അങ്ങേ തിരുവുള്ളമനുസരിച്ച് സഭയ്ക്ക് സമാധാനവും ഐക്യവും നൽകാൻ കനിയണമേ. എന്നെന്നും ജീവിക്കുകയും വാഴുകയും ചെയ്യുന്ന അങ്ങ് ഈ പ്രാർത്ഥന കേട്ടരുളണമേ. ആമേൻ. കർത്താവിൻ്റെ സമാധാനം നിങ്ങളോടുകൂടെ എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. അങ്ങേ ആത്മാവോടുകൂടെ. നിങ്ങൾ പരസ്പരം സമാധാനം ആശംസിക്കുവിൻ. ലോകത്തിൽ
പാപങ്ങൾ നീക്കിയിടും ദൈവത്തിൻ കുഞ്ഞാടേ ഞങ്ങളിൽ നീ കനിയണമേ. ലോകത്തിൻ പാപങ്ങൾ നീക്കിയിടും ദൈവത്തിൻ കുഞ്ഞാടേ ഞങ്ങളിൽ നീ കനിയണമേ. ലോകത്തിൻ പാപങ്ങൾ നീക്കിയിടും ദൈവത്തിൻ കുഞ്ഞാടേ ഞങ്ങൾക്കു ശാന്തി നൽകണമേ. ഇതാ ദൈവത്തിൻ്റെ കുഞ്ഞാട്, ഇതാ ലോകത്തിൻ്റെ പാപങ്ങൾ നീക്കുന്നവൻ. കുഞ്ഞാടിൻ്റെ വിരുന്നിന് ക്ഷണിക്കപ്പെട്ടിരിക്കുന്നവർ അനുഗ്രഹീതർ. കർത്താവേ, അങ്ങന്റെ ഭവനത്തിൽ പ്രവേശിക്കാൻ ഞാൻ യോഗ്യനല്ല. അങ്ങൊരു വാക്കുച്ചരിച്ചാൽ മാത്രം മതി, എന്റെ ആത്മാവ് സുഖം പ്രാപിക്കും. രൂപയിലുള്ള ദിവ്യകാരുണ്യ സ്വീകരണ പ്രാർത്ഥന. ഓ എൻ്റെ ഈശോയെ, അങ്ങ് വിശുദ്ധ കുർബാനയിൽ സത്യമായി എഴുന്നള്ളിരിക്കുന്നുവെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എല്ലാ വസ്തുക്കളെയും കാൾ ഞാൻ അങ്ങയെ സ്നേഹിക്കുകയും എൻ്റെ ആത്മാവിൽ അങ്ങയെ സ്വീകരിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുകയും ചെയ്യുന്നു. ദിവ്യകൂദാശയിൽ അങ്ങയെ സ്വീകരിക്കുവാൻ ഇപ്പോൾ എനിക്ക് സാധ്യമല്ലാത്തതിനാൽ അരൂപിയിൽ എൻ്റെ ഹൃദയത്തിലേക്ക് അങ്ങ് എഴുന്നള്ളി വരികണമേ. അങ്ങനിൽ സന്നിഹിതനാണെന്ന് വിശ്വസിച്ച് ഞാൻ അങ്ങയെ ആശ്ലേഷിക്കുകയും എന്നെ അങ്ങയോട് പൂർണ്ണമായി ഐക്യപ്പെടുത്തുവാൻ ആഗ്രഹിക്കുകയും ചെയ്യുന്നു. ഒരിക്കലും അങ്ങിൽ നിന്നകലുവാൻ എന്നെ അനുവദിക്കരുതേ. ആമേൻ. ശക്തനാം യഹോവേ, നിൻ കൃപയാലേ പാടും നിനക്കായി ഞാൻ നന്ദി ഗീതങ്ങൾ. നീ നൽകിയിടും ദാനം എന്നാവിൽ ഗീതം. ജീവനേകും വചനം എൻ പാദേ ദീപം. എൻ പാദേ ദീപം.
സ്നേഹമായി എന്നെ നയിക്കൂ. കണ്ണുകൾ കാൺകെ നിൻ നന്മ പൊഴിക്കൂ. പൈതൃക സ്നേഹമായി എന്നെ നയിക്കൂ. കണ്ണുകൾ കാൺകെ നിൻ നന്മ പൊഴിക്കൂ. പാവനമാം സ്നേഹം പാരിൽ നിറയ്ക്കൂ. പാവനാത്മാവായി ശുദ്ധീകരിക്കൂ. പ്രിയപ്പെട്ടവരെ, ദൈവത്തിന് ദൈവത്തിൻ്റെതായ കൃത്യതയാർന്ന വഴികളുണ്ടെന്ന് അവൻ നമ്മെ പഠിപ്പിക്കുകയാണ്. ഈ ഒരു വർഷത്തെ പരിശുദ്ധ അമലോത്ഭവ മാതാവിൻ്റെ ഈ തിരുനാൾ ദിനങ്ങളിലൂടെയൊക്കെ നാം കടന്നു പോകുമ്പോൾ അവൻ പഠിപ്പിക്കുന്ന സത്യം അതാണ്. നമ്മുടെ വഴികൾക്കപ്പുറത്തേക്കായിട്ട് ദൈവത്തിൻ്റെ മനസ്സിൻ്റെ വഴി തിരിച്ചറിയുവാൻ നാം നമ്മുടെ മനസ്സിനെ ഒരുക്കുക. നമ്മുടെ കാഴ്ചപ്പാടുകൾക്കും ആഗ്രഹങ്ങൾക്കുമൊക്കെ അപ്പുറത്തേക്കായിട്ട് അവൻ നമ്മെ നന്നായി ഒരുക്കുകയായിരുന്നു. ഈ നിമിഷം വരെ നമുക്കറിയാം, ഒത്തിരി ബുദ്ധിമുട്ടുകളിലൂടെയും സമ്മർദ്ദങ്ങളിലൂടെയുമൊക്കെ ഈ ഒരു തിരുനാൾ ആഘോഷിക്കുവാൻ നാം പരിശ്രമിക്കുകയായിരുന്നു. ഈ നിമിഷം വരെ ഇവയ്ക്കൊക്കെ നടുവിൽ നിന്നുകൊണ്ട് നീ എന്നിൽ ആശ്രയിക്കണമെന്നുള്ള ശക്തമായ ഒരു ബോധ്യം നമുക്ക് നൽകുവാൻ വേണ്ടി ഈ നിമിഷം വരെ നമ്മെ കാത്തുകൊണ്ട് മറ്റൊരു കുഴപ്പവുമില്ലാതെ നമ്മെ കാത്തുകൊണ്ടു പോകുന്ന തമ്പുരാന്, പരിശുദ്ധ അമ്മയുടെ സംരക്ഷണത്തിന് മറ്റു പലയിടങ്ങളിലുമൊക്കെ ബുദ്ധിമുട്ടുകളും പ്രശ്നങ്ങളുമൊക്കെ ഉണ്ടായിട്ടും നമ്മെ ഈ നിമിഷം വരെ തൻ്റെ ഉത്തരീയത്തിൻ്റെ തണലിൽ കാത്തു സൂക്ഷിക്കുന്ന പരിശുദ്ധ അമ്മയ്ക്ക്, വിശുദ്ധിയുടെ ഹൃദയങ്ങൾ സൂക്ഷിക്കുവാൻ നമ്മെ പഠിപ്പിക്കുന്ന പരിശുദ്ധ അമ്മയ്ക്ക് ഒരു നിമിഷം നന്ദിയോടെ സമർപ്പിക്കുകയാണ് ഈ ഇടവകയെ. ഇത്രയും സ്നേഹം നിറഞ്ഞ വരാപ്പുഴ അതിരൂപത മെത്രാപ്പോലീത്ത ജോസഫ് കളത്തിപ്പറമ്പിൽ പിതാവേ, ഞാൻ പറഞ്ഞു കഴിഞ്ഞ ദിവസം ഞാനിവിടെ ജൂലൈയിൽ വന്ന് ചാർജ് എടുത്തതാണ്. ഇതുവരെ പിതാവിനെ കാണാൻ പോയിട്ടില്ല, ഇടവക വികാരി എന്നുള്ള രീതിയിൽ. എങ്കിലും ഇവിടുത്തെ കാര്യങ്ങളെല്ലാം പിതാവ് അന്വേഷിക്കാറുണ്ട്. അതിരൂപതയിലുള്ള മറ്റ് ഔദ്യോഗികമായ കാര്യങ്ങൾ ചെയ്യുന്ന വൈദികരിൽ നിന്നും ഞാൻ വിളിച്ചന്വേഷിക്കാറുണ്ട്. പരസ്പരം നല്ല ഒരു ബന്ധത്തിലൂടെയാണ് കടന്നു പോകുന്നത്. നമ്മുടെ ഇടവകയെക്കുറിച്ച് ഒത്തിരി താല്പര്യമുള്ള പിതാവ് ഇന്നീ ദിനം ഈ സമ്മർദ്ദങ്ങൾക്ക് നടുവിലും നമുക്ക് വേണ്ടി ബലിയർപ്പിക്കുവാൻ ഇവിടെ വന്നു. ഇന്നീ ബലി നമുക്ക് വേണ്ടി ഈ ഇടവകയിലെ തൻ്റെ മക്കൾക്ക് വേണ്ടി അർപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. പിതാവിൻ്റെ നല്ല നിയോഗങ്ങളെ ഞങ്ങൾ ഏറ്റവും ആത്മാർത്ഥമായി പരിശുദ്ധ അമ്മയുടെ കരങ്ങളിലൂടെ ദൈവത്തിങ്കിലേക്ക് സമർപ്പിക്കുകയാണ്. ഞങ്ങൾക്ക് നൽകുന്ന എല്ലാ സഹകരണങ്ങൾക്കും, ഞങ്ങൾക്ക് വേണ്ടി ചെയ്യുന്ന എല്ലാ സേവനങ്ങൾക്കും, ഇന്നീ ദിനം ബലിയർപ്പിക്കുവാനും ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാനും ഇവിടെ വന്നതിനും, ഞങ്ങൾക്ക് വേണ്ടി നീ ബലിയർപ്പിച്ചു കൊണ്ടിരിക്കുന്നതിനും ഒത്തിരി സ്നേഹത്തോടെ ഇടവക മുഴുവൻ്റെയും പേരിൽ, കേന്ദ്രസമിതിയുടെ പേരിൽ, തിരുനാൾ കമ്മിറ്റിയുടെ പേരിൽ, ഇന്നിവിടെ ഈ ദൈവാലയത്തിൽ സന്നിഹിതരായിരിക്കുന്നവരുടെ പേരിൽ, ദൂരങ്ങളിൽ നിന്ന് ഈ വിശുദ്ധ കർമ്മങ്ങളിൽ പങ്കുചേരുന്നവരുടെ പേരിൽ, മറ്റ് ഈ ദൈവാലയത്തിൽ വന്നു പോകുന്ന സഹോദരങ്ങളുടെ പേരിൽ ഒത്തിരി സ്നേഹത്തോടെ നന്ദി അർപ്പിക്കുകയാണ്. അതോടൊപ്പം പിതാവിനെ അമ്മയുടെ കരങ്ങളിലേക്ക് സമർപ്പിക്കുകയും ചെയ്യുന്നു. പിതാവിനോടൊപ്പം ഇന്നിവിടെ വന്ന സ്നേഹബഹുമാനപ്പെട്ട ലിനീഷ് അച്ഛൻ, സെക്രട്ടറി അച്ഛൻ, ഓരോ കാര്യങ്ങളും വരുമ്പോൾ, സംശയങ്ങൾ വരുമ്പോൾ വിളിച്ച് ചോദിക്കുന്നുണ്ടായിരുന്നു. ഞങ്ങൾ
കൃത്യതയോടുകൂടി എല്ലാ കാര്യങ്ങളും ഒരുക്കി ഇന്ന് പിതാവിനോടൊപ്പം ഇവിടെയുണ്ട്. എത്രയും സ്നേഹത്തോടെ ദിനീഷ് അച്ഛനും നന്ദി പറയുകയാണ്. ഇന്ന് വചന സന്ദേശം നൽകിയ സ്നേഹ ബഹുമാനപ്പെട്ട ബോബി അച്ഛൻ, എനിക്ക് തോന്നുന്നു ഒരു 18-19 വർഷങ്ങൾക്ക് മുൻപാണ് ബോബി അച്ഛനെ ഞാൻ കാണുന്നത്. അതിനുശേഷം ഞങ്ങൾ ഇന്നാണ് ആദ്യമായി നേരിട്ട് കാണുന്നത്. വേറൊരു പള്ളിയിൽ പ്രസംഗത്തിന് ചെന്നപ്പോൾ ഞാനൊരു ഞെട്ടിയ അനുഭവമായിരുന്നു. കാരണം ഞാൻ പ്രസംഗം കഴിഞ്ഞ് സാക്രിസ്റ്റിയിലേക്ക് ഉടുപ്പ് മാറാൻ വേണ്ടി വരുമ്പോൾ ബോബി അച്ഛൻ അവിടെ ഇരിപ്പുണ്ട്. നമ്മളൊക്കെ ഒത്തിരി ദൂരം വേണ്ടിയിട്ട് അമ്മയെക്കുറിച്ച് സംസാരിക്കുവാൻ, എപ്രകാരം നാമൊക്കെ അമ്മയുടെ മക്കളായി തീരണമെന്ന്, അമലോത്ഭവയായി മാറണമെന്നൊക്കെ നമുക്ക് സന്ദേശം നൽകിയ എത്രയും സ്നേഹ ബഹുമാനപ്പെട്ട ബോബി അച്ഛന് എല്ലാവരുടെയും പേരിൽ നന്ദി അറിയിക്കുകയാണ്. തിരുനാൾ കമ്മിറ്റി മരിയൻ ഗ്രൂപ്പ് നയിക്കുന്ന ഏതാണ്ട് 300ഓളം സഹോദരങ്ങളടങ്ങുന്ന ഒരു പ്രത്യേക ഗ്രൂപ്പാണിത്. ഈ തിരുനാളിനു വേണ്ടി അവർ ഒത്തിരി ഒരുക്കങ്ങൾ നടത്തുകയായിരുന്നു കഴിഞ്ഞൊരു വർഷം. അതോടൊപ്പം തന്നെ ഇടവകയുടെ പേരിലുള്ള അതിൻ്റെ കൂടെ കൂടുന്ന എക്സിക്യൂട്ടീവ് വ്യത്യസ്തമായ കമ്മിറ്റികളുണ്ട്. ഈ ഗ്രൂപ്പുകളിൽപ്പെട്ട എല്ലാവരെയും ഒത്തിരി നന്ദിയോടെ നിമിഷം ഓർക്കുകയാണ്. ഇടവകയ്ക്ക് വേണ്ടി, മറ്റ് സഹോദരങ്ങൾക്ക് വേണ്ടി നിങ്ങൾ ചെയ്യുന്ന എല്ലാ നന്മകൾക്കും അമ്മ പരിശുദ്ധമായി ധാരാളമായി നന്മകൾ നിങ്ങൾക്ക് നൽകട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. വരാപ്പുഴ തിരുപ്പതിയിലുള്ള ഇടവകകളിൽ കൊയറുകളുടെ കാര്യമെടുത്തിട്ടുണ്ടെങ്കിൽ മഞ്ഞൾക്കാർ അത്ര മോശം അത്ഭുതപ്പെടുകയായിരുന്നു. ഒരു കുഴപ്പവുമില്ലാതെ ധൈര്യപൂർവ്വം ഇന്നലത്തെയും ഒക്കെ ഇവിടുത്തെ കാര്യങ്ങളൊക്കെ ചെയ്യുവാൻ വേണ്ടി ഇതിന് സഹകരിക്കുന്ന ഇവിടുത്തെ ഇടവകയിലെ എല്ലാ യുവതിയുവാക്കളെയും നന്ദിയോടെ ഓർക്കുന്നു. അതോടൊപ്പം ഫാമിലി യൂണിറ്റ് ലീഡേഴ്സ്, ബ്ലോക്ക് യൂണിറ്റ് ലീഡേഴ്സ്, നിങ്ങൾ കാണിക്കുന്ന സഹകരണത്തിനും കുടുംബ യൂണിറ്റുകളിലൂടെ കുടുംബങ്ങളിലൂടെയൊക്കെ നിങ്ങൾ നൽകുന്ന നന്മകൾക്കും എത്രയും സ്നേഹത്തോടെ നന്ദി പറയുന്നു. നമുക്ക് ഈ ദിനങ്ങളിൽ ആവശ്യമായ ശബ്ദവും വെളിച്ചവും നൽകിയ സഹോദരങ്ങളുണ്ട്. ദൈവാലയത്തിലായാലും പുറത്തായാലും കാഴ്ചകൾ കാണുവാൻ, നന്മയോടെ കേൾക്കുവാൻ നമ്മെ സഹായിച്ച ഈ സഹോദരങ്ങളെ ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. പരിശുദ്ധ അമ്മയുടെ തിരുസ്വരൂപം വഹിച്ചു കൊണ്ടുപോകുവാനുള്ള വാഹനങ്ങൾ ഒരുക്കി. അതോടൊപ്പം തന്നെ അത് ഗാൽവിനും കൂട്ടരുമാണ്. അതോടൊപ്പം ഈ ദൈവാലയത്തിൽ പുഷ്പങ്ങൾ അലങ്കരിച്ച ബിജോയും കുടുംബവും പ്രത്യേകമായി 2 പേരെയും നന്ദിയോടെ ഓർക്കുന്നു, പ്രാർത്ഥിക്കുന്നു. ഇടവകയിൽ പ്രത്യേകിച്ചും ഈ കോവിഡിൻ്റെ ദിനങ്ങളിലൊക്കെ ഞാൻ ജൂലൈ 26-നാണ് ഇവിടെ വന്ന് ചാർജ് എടുക്കുന്നത്. അതിനുശേഷം ഈ ദിനങ്ങളിലൊക്കെ ഇവിടെ സഹായിച്ചു കൊണ്ടിരിക്കുന്ന, പള്ളിയിലെ കാര്യങ്ങൾക്കായി സഹായിച്ചു കൊണ്ടിരിക്കുന്ന 2 ജോയിമാരുണ്ട്. ഒന്ന് കപ്പ്യാരുടേതായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുന്നതും ചെമ്മതോറിൻ്റെ കാര്യങ്ങളുമായി ചെയ്തിട്ടുള്ള മറ്റ് 2 ജോയിമാരുണ്ട്. 2 ജോയിമാരെയും അവരോടൊപ്പം ചേർന്ന് പ്രവർത്തിക്കുന്ന എല്ലാ സഹോദരങ്ങളെയും നന്ദിയോടെ ഓർക്കുന്നു. നമ്മളിവിടെ ഡെക്കറേഷൻ ചെയ്യുവാൻ, പ്രത്യേകിച്ച് നമുക്കറിയാം വർഷങ്ങളായി ഒരാളെ അന്വേഷിക്കേണ്ട കാര്യമില്ല. ഡെക്കറേഷൻ വേണമെന്ന് ചെയ്യാൻ പറയുവാനായിട്ട് അങ്ങോട്ട് ചെല്ലുമ്പോൾ തന്നെ ആൾ ഇങ്ങോട്ട് പറയും ഞാനെല്ലാം ഒരുക്കി വെച്ചിട്ടുണ്ട്. ഇതാണ് അഗസ്റ്റിൻ ചേട്ടൻ. പ്രത്യേകിച്ച് ഈ മാതാവിൻ്റെ രൂപം ഒരുക്കുവാനും മറ്റുമായിട്ട് ഡെക്കറേഷൻ ചെയ്യുവാനായിട്ട് ഒരു കൂട്ടം ചെറുപ്പക്കാർ അഗസ്റ്റിൻ ചേട്ടൻ്റെ കൂടെ ഉണ്ടായിരുന്നു. അഗസ്റ്റിൻ ചേട്ടനെയും സഹായിച്ചവരെയും എത്രയും നന്ദിയോടെ ഓർക്കുകയാണ്. ഇടവകയിലുള്ള ഒത്തിരി ഭക്തസംഘടനകളുണ്ട്. ആദ്യമായിട്ടാണ് ഇത്രയും ഭക്തസംഘടനകളൊക്കെ ഒരു ഇടവകയിലുണ്ടെന്ന് ഞാൻ അറിയുന്നത്. വന്ന ദിനങ്ങളിലൊക്കെ നിങ്ങളെയൊക്കെ കാണുകയായിരുന്നു ഞാൻ ചെറിയ ചെറിയ ഗ്രൂപ്പുകളായി വിളിച്ച്. ഈ ദിനങ്ങളിൽ നിങ്ങൾ കാണിക്കുന്ന സഹകരണത്തിനും ഇവിടെ ഉള്ള കാര്യങ്ങളിൽ സഹായിക്കുന്നതിനും ധാരാളമായി അമ്മ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇന്നലെ പ്രത്യേകമായ രീതിയിലുള്ള പ്രദക്ഷിണത്തിനായി നമുക്കായി വാഹനം ഒരുക്കി തന്ന ബിജുവിനെയും കുടുംബത്തെയും പ്രത്യേകമായി ഓർക്കുന്നു. അമ്മയുടെ അനുഗ്രഹം ആത്മാർത്ഥമായി ആശംസിക്കുന്നു. സാനിറ്റൈസേഷൻ നമ്മുടെ ഈ ദിനങ്ങളിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. നമ്മൾ പ്രത്യേകമായ ഒരു ഗ്രൂപ്പിനെ അത് ഏൽപ്പിക്കുകയായിരുന്നു ഒഫീഷ്യലായിട്ട്. ഈ ദിനങ്ങളിലൊക്കെ അവർ നമ്മോടൊപ്പമുണ്ട്. പ്രത്യേകിച്ചും എല്ലാ ദിനങ്ങളിലും നൊവേന ദിനം മുതൽ വൈകുന്നേരങ്ങളിലും രാവിലെയുമൊക്കെ നമ്മുടെ ഈ പള്ളി മുഴുവൻ സാനിറ്റൈസ് ചെയ്യുവാൻ, ചുറ്റുപാടുകൾ സാനിറ്റൈസ് ചെയ്യുവാൻ, ഇന്നലെയും ഇന്ന് മറ്റു രീതിയിൽ കാര്യങ്ങൾ ചെയ്യുവാൻ വേണ്ടി നമ്മളെ സഹായിക്കുന്ന ആ ഗ്രൂപ്പിനെ പ്രത്യേകമായി നന്ദിയോടെ ഓർക്കുന്നു. സെക്യൂരിറ്റിക്കാർ നമ്മൾക്ക് ഇന്നലെ മുതൽ 2 ദിവസങ്ങളിലൂടെയുണ്ട്. കൃത്യതയോടുകൂടി ചിട്ടയോടുകൂടി കാര്യങ്ങൾ കൊണ്ടുപോകുവാൻ വേണ്ടി സഹകരിക്കുന്ന ആ സഹോദരങ്ങളെ പ്രത്യേകമായി ഓർക്കുന്നു. നമ്മുടെ തൊട്ടടുത്ത സമൂഹമാണ് CRCയിലെ സമൂഹം. അവർ ഈ ഇടവകയ്ക്ക് ചെയ്യുന്ന എല്ലാ നന്മകളെയും നന്ദിയോടെ ഓർക്കുന്നു.
ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. തുടർന്നുള്ള നിങ്ങളുടെ സഹകരണവും സഹായവും ഞങ്ങൾ പ്രതീക്ഷിക്കുകയും ചെയ്യുന്നു. ഇന്നലെ തിരുനാളിൻ്റെ പ്രദക്ഷിണം കടന്നു പോകുമ്പോൾ ഒത്തിരി പേർ സഹായിക്കാനുണ്ടായിരുന്നു. ആരൊക്കെയാണെന്ന് ഞാൻ പറയുന്നില്ല, കാരണം എല്ലാവരും ഇതിൽ പങ്കുകൊള്ളുന്നവരായിരുന്നു, എല്ലാവരും ഇത് സഹായിക്കുന്നവരായിരുന്നു. ഒരു കുഴപ്പവുമില്ലാതെ ഈ COVID-19 പശ്ചാത്തലത്തിൽ എല്ലാ നിബന്ധനകളും പാലിച്ചുകൊണ്ട് തന്നെ നമ്മൾ ഇന്നലെ പ്രദക്ഷിണം നടത്തിയപ്പോൾ ഇത് ചെയ്തത് നിങ്ങളാണ്, സഹകരിച്ചത് നിങ്ങളാണ്, സഹായിച്ചത് നിങ്ങളാണ്, അനുഗ്രഹം നേടിയത് നിങ്ങളാണ്. നന്ദി പറയുകയാണ് നിങ്ങൾ കാണിക്കുന്ന ഈ നന്മയ്ക്കും സഹകരണത്തിനും. ആശ്രമത്തിലുള്ള ഗുരുവച്ചനെയും ബ്രദേഴ്സിനെയും പ്രത്യേകമായി ഓർക്കുകയാണ്. മാസങ്ങളായി, അതായത് നമ്മൾ ഓൺലൈൻ കുർബാന തുടങ്ങിയിട്ട് അന്നു മുതൽ ഇവിടെയുള്ള കാര്യങ്ങൾക്ക് ഒരു വിധത്തിൽ പൂർണ്ണമായും സഹകരിച്ചു കൊണ്ടിരിക്കുന്നത്, സഹായിച്ചു കൊണ്ടിരിക്കുന്നത് ഈ വൈദികരും സഹോദരങ്ങളുമാണ്. മറ്റുള്ളവർക്ക് ഈ പള്ളിയിൽ കയറാൻ പറ്റാത്ത ദിനങ്ങളിലാണ് നാം ഓൺലൈൻ കുർബാന ഇവിടെ ആരംഭിച്ചത്. ആ ദിനങ്ങളിലൊക്കെ ഈ സഹോദരങ്ങളും വൈദികരും സഹായിക്കുവാൻ ഇവിടെ എന്നുമുണ്ടായിരുന്നു. ഈ നിമിഷം വരെ അവർ നമ്മോടൊപ്പമുണ്ട്. പ്രത്യേകമായി നന്ദിയോടെ ഓർക്കുകയാണ്. ഇടവകയ്ക്ക് വേണ്ടി അവർ ചെയ്യുന്ന എല്ലാ നന്മകളെയും ആത്മാർത്ഥമായി ദൈവകരങ്ങളിൽ എല്ലാ വൈദികരെയും സഹോദരങ്ങളെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കുകയാണ്. ദൈവം അവരെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ഒരാളെ വിട്ടുകളയാൻ പറ്റില്ല. ഞാൻ പറഞ്ഞു ജൂലൈ 26-നാണ് ഞാൻ വരുന്നത്. നമ്മൾ ഏതാണ്ട് 28, 29 ആകുമ്പോൾ നമ്മളിവിടെ ഓൺലൈൻ കുർബാന തുടങ്ങി. അന്നു മുതൽ ഈ ദിവ്യബലി ഓൺലൈൻ എത്തിക്കേണ്ട ഭവനങ്ങളിലേക്ക് എത്തിക്കുവാൻ വേണ്ടിയൊക്കെ സഹകരിച്ച 2-3 പേരുണ്ട്. ജോയൽ, ഡിനോ, അതോടൊപ്പം തന്നെ ബിജോയ്, 3 പേര് സഹായിക്കുവാൻ വേണ്ടി എന്നും ഇവിടെ ഉണ്ടായിരുന്നു. തമാശയ്ക്കാണെങ്കിൽ ഞങ്ങൾ പറയാറുണ്ട്, രാവിലെ 6 മണി 7 മണി വരെയൊക്കെ ഉറങ്ങുന്ന ആളുകളായിരുന്നു ഇപ്പോൾ 5:30 പള്ളിയിലുണ്ട്. നിങ്ങളൊക്കെ ഭവനങ്ങളിലിരുന്ന് TV-യിലും മൊബൈലിലുമൊക്കെ ദിവ്യബലിയിൽ പങ്കെടുക്കുമ്പോൾ ഈ സഹോദരങ്ങൾ ഇവിടെ ഉണ്ടായിരുന്നു, ഇന്നുമുണ്ട്, ഇനിയും ഉണ്ടാകുമെന്ന് വിശ്വസിക്കുകയും ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. ഇത് ഇടവക ഇവർക്ക് നൽകേണ്ട അംഗീകാരമായിട്ട് തന്നെ ഞാൻ കാണുകയാണ്. ഇത്രയും ദിവസങ്ങൾ ഒരു മുടക്കവും കൂടാതെ ഈ ദിനങ്ങളിൽ നമ്മെ സഹായിച്ച ഈ സഹോദരങ്ങളെ ഏറ്റവും നന്ദിയോടെ ഓർക്കുകയാണ്. ബഹുമാനപ്പെട്ട കൊച്ചച്ചൻ എപ്പോഴും എൻ്റെ കൂടെയുണ്ട്. എന്തു പറഞ്ഞാലും ഓടാനും അങ്ങോട്ടും ഇങ്ങോട്ടും പോകുവാനും കാര്യങ്ങൾ ചെയ്യുവാനും. നന്ദി പറഞ്ഞാൽ തീരില്ല, കാരണം ഈ ഇടവക നിങ്ങൾക്കറിയാം, ഞങ്ങൾക്കല്ല, നിങ്ങൾക്കറിയാം. അപ്പോൾ അതിന് നടുവിൽ കാര്യങ്ങൾ ചെയ്യുവാൻ പരിശ്രമിക്കുമ്പോൾ കൂടെ നിന്ന് എല്ലാ കാര്യങ്ങളും സഹായിക്കുന്ന, ഉപദേശങ്ങൾ നൽകുന്ന, നന്മയോടെ മുൻപോട്ട് കൊണ്ടുപോകുവാൻ വേണ്ടി പുതിയ ആശയങ്ങൾ നൽകുന്ന സ്നേഹബഹുമാനപ്പെട്ട ടിനു അച്ഛന് ഇത്രയും സ്നേഹത്തോടെ നന്ദി പറയുകയാണ്. മാറ്റിവെച്ചതാണ് അവസാനത്തേക്ക് സെൻട്രൽ കമ്മിറ്റിയെ. കൂടെയുണ്ട് എല്ലാ കാര്യത്തിലും. ഈ ദിനങ്ങളിലൂടെ ഒത്തിരി ബുദ്ധിമുട്ടുകളിലൂടെ കടന്നു പോവുകയായിരുന്നു, പക്ഷേ അവർ കൂടെയുണ്ട്. ചിലരെങ്കിലുമൊക്കെ എനിക്ക് തോന്നുന്നു ഉറങ്ങിയിട്ട്, സ്വസ്ഥമായി കിടന്ന് ഉറങ്ങിയിട്ട് കുറച്ച് ദിവസമായിട്ടുണ്ടാവും. ആ രീതിയിലാണ് അവർ പോയിക്കൊണ്ടിരിക്കുന്നത്. ചിന്തകളിലും പ്രവർത്തനങ്ങളിലും പുതിയ ആശയങ്ങളിലും കാര്യങ്ങൾ ഒന്നിനു പിറകെ ഒന്നായി സാവധാനത്തിൽ കൊണ്ടുവരുവാനും വേണ്ടി എത്രയും സ്നേഹത്തോടെ എൻ്റെ കൂടെ നിൽക്കുന്ന സെൻട്രൽ കമ്മിറ്റി അംഗങ്ങളെ പേരെടുത്ത് പറയുന്നില്ല, നിങ്ങൾക്കറിയാം അവർ ഈ ദിനങ്ങളിലൊക്കെ ചെയ്തു കൂട്ടുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന്. നമ്മളെല്ലാവരും സ്വസ്ഥമായി ഉറങ്ങുമ്പോൾ, നമ്മളെല്ലാവരും സ്വസ്ഥമായി നമ്മുടേതായ വഴികളിലൂടെ നീങ്ങുമ്പോൾ ഇവർ ഉറക്കം കളഞ്ഞ് അവരുടെ കുടുംബത്തെ മാറ്റി നിർത്തിക്കൊണ്ട് ഈ ഇടവകയ്ക്ക് വേണ്ടി ഒത്തിരി കഷ്ടപ്പെടുകയാണ്. സെൻട്രൽ കമ്മിറ്റിയിലെ എല്ലാ അംഗങ്ങളെയും അവരുടെ കുടുംബങ്ങളെയും ഇവർ ഇതിനായി അയക്കുന്ന, സമാധാനത്തോടെ വിട്ടയക്കുന്ന അവരുടെ കുടുംബങ്ങളെയും എത്രയും സ്നേഹത്തോടെ നന്ദിയോടെ അമ്മയുടെ കരങ്ങളിലേക്ക് സമർപ്പിക്കുകയാണ്. അമ്മ അവരനുഗ്രഹിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. ഇനി വിട്ടുപോയവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ, അതോടൊപ്പം വാക്കുകൾ കൊണ്ട് വിളിച്ച് പ്രോത്സാഹിപ്പിക്കുന്നവരുണ്ട്, വിളിച്ച് നിരുത്സാഹപ്പെടുത്തുന്നവരുണ്ട്. അത് തുറന്നു തന്നെ പറയുകയാണ്. 2 പേർക്കും നന്ദി പറയുകയാണ്. കാരണം പ്രോത്സാഹിപ്പിക്കുന്നവർക്കും നന്ദി, നിരുത്സാഹപ്പെടുത്തുന്നവർക്കും നന്ദി. കാരണം ഞങ്ങളത് പുതിയ ആശയങ്ങളിലേക്കും പുതിയ കാര്യങ്ങളിലേക്കും പോകുവാൻ ഞങ്ങൾ ഒത്തിരി സഹായിക്കുന്നുണ്ട്. തളർന്നു പോകാതെ ഞങ്ങളെ താങ്ങി നിർത്തുന്ന ഇടവകാംഗങ്ങളെ, ഞങ്ങളെ സഹായിക്കുന്നവരെ ആരെങ്കിലും ഇനി വിട്ടുപോയിട്ടുണ്ടെങ്കിൽ എത്രയും സ്നേഹത്തോടെ നന്ദിയോടെ നിങ്ങളെല്ലാവരെയും ഒരിക്കൽ കൂടി അമ്മയുടെ മധ്യസ്ഥതയിലൂടെ തമ്പുരാൻ്റെ കരങ്ങളിലേക്ക് സമർപ്പിക്കുകയാണ്. നമ്മെ എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ ദൈവമായ കർത്താവേ,
പരിശുദ്ധയായ കന്യകമറിയത്തിൻ്റെ പാപരഹിതമായ ഉത്ഭവം അങ്ങ് സവിശേഷമായി സംരക്ഷിച്ചുവല്ലോ. ഞങ്ങൾ സ്വീകരിച്ച കൂദാശ ഞങ്ങളിലെ പാപത്തിൻ്റെ മുറിവുകൾ സുഖപ്പെടുത്തുമാറാകട്ടെ. ഞങ്ങളുടെ കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടരുളണമേ. ആമേൻ. കർത്താവ് നിങ്ങളോട് കൂടെ. അങ്ങേ ആത്മാവോടും കൂടെ. ശിരസ് നമിച്ച് ആശീർവാദം സ്വീകരിക്കുവാൻ. പരിശുദ്ധ കന്യക മറിയത്തിൻ്റെ മാതൃത്വം വഴി മാനവവംശത്തെ തൻ്റെ കാരുണ്യത്താൽ വീണ്ടെടുക്കാൻ തിരുവുള്ളമായ ദൈവം നിങ്ങളെ തൻ്റെ അനുഗ്രഹത്താൽ സമ്പന്നരാക്കാൻ കനിയുമാറാകട്ടെ. ജീവന്റെ ഉടയവനെ സ്വീകരിക്കാൻ അർഹയായ മറിയത്തിൻ്റെ മാധ്യസ്ഥ്യം എപ്പോഴും എല്ലായിടത്തും നിങ്ങൾക്ക് അനുഭവപ്പെടുമാറാകട്ടെ. ഭക്തി നിർഭരമായ മാനസങ്ങളോടെ ഈ ദിനം ഇവിടെ സമ്മേളിച്ചിരിക്കുന്ന നിങ്ങൾ ആത്മീയ ആനന്ദവും സ്വർഗീയ ദാനങ്ങളും സംവഹിക്കുമാറാകട്ടെ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവശക്തനായ ദൈവത്തിൻ്റെ അനുഗ്രഹം നിങ്ങളിൽ വന്നണഞ്ഞ് എന്നും നിലനിൽക്കുമാറാകട്ടെ. പോകുവിൻ. ദിവ്യപൂജ സമാപിച്ചു. പ്രിയപ്പെട്ടവരെ, വളരെ പ്രധാനപ്പെട്ട രണ്ട് കാര്യങ്ങൾ കൂടി നമുക്ക് ചെയ്യുവാനായിട്ടുണ്ട്. തീർച്ചയായിട്ടും നമ്മുടെ ഈ തിരുനാൾ കമ്മിറ്റിയുടെ ചെറിയ ഒരു സംഭാവന അല്ലെങ്കിൽ ഉപഹാരം എന്ന് പറയാം നമുക്ക് വേണമെങ്കിൽ, അത് നമ്മുടെ പിതാവിന് നൽകുകയാണ്. ESS നമ്മുടെ എറണാകുളം സോഷ്യൽ സർവീസിന് വേണ്ടിയുള്ള അതിലേക്കുള്ള നമ്മുടെ ഇടവകയിലുള്ള ഈ തിരുനാളിൻ്റെ ചെറിയൊരു സംഭാവനയാണ്. അത് സ്വീകരിക്കുവാനായിട്ട് സ്നേഹബഹുമാനപ്പെട്ട പിതാവിനെ ക്ഷണിക്കുന്നു. നൽകുവാനായിട്ട് തിരുനാൾ കമ്മിറ്റി ലീഡർ ജോൺസനെയും ക്ഷണിക്കുന്നു. നമ്മുടെ ഈ ഇടവകയിൽ 28 വർഷം നമ്മുടെ ബഹുമാനപ്പെട്ട റാഫേൽ ചേട്ടൻ സേവനം ചെയ്തിട്ടുണ്ട് കപ്പ്യാരായിട്ട്. അതോടൊപ്പം തന്നെ ബഹുമാനപ്പെട്ട കുഞ്ഞപ്പച്ചേട്ടൻ 16 വർഷം ഇവിടെ ചെമ്മതോറായി സേവനം ചെയ്തിട്ടുണ്ട്. ഈ ഒരു അവസരം ഞാൻ ഇതിനായി ഉപയോഗിക്കുകയാണ്. ഇത് ഇടവകയുടെ മുഴുവൻ നന്ദിയുടെ ഭാഗമാണ്. ദൈവം നൽകിയിട്ടുള്ള ഈ രണ്ടു പേരിലൂടെയും നമ്മുടെ ഇടവക കൂട്ടായ്മയ്ക്ക് വിശ്വാസം ആഴപ്പെടുത്തുന്നതിനും ഈ വിശ്വാസത്തിൽ വളരുന്നതിനും അതോടൊപ്പം ഈ ദൈവാലയത്തിൽ വരുമ്പോൾ പ്രാർത്ഥിക്കുന്നതിനും മറ്റ് തിരുക്കർമ്മങ്ങളിൽ സഹായിക്കുന്നതിനും മരണത്തിനും ജനനത്തിനും കല്യാണത്തിനും ഈ ഇടവകയിൽ എന്തൊക്കെ നടന്നിട്ടുണ്ടോ സർവ്വതിനും ഇവർ സാക്ഷികളാണ്. ഇവരാണ് കൂടെ ഉണ്ടായിരുന്നവർ. നന്ദിയോടെ ഓർക്കുകയാണ്. രണ്ടുപേരോട് ഞാൻ സംസാരിച്ചിരുന്നു. ഈ ഒരു കാര്യത്തെക്കുറിച്ച് സഭാ മേലധികാരികളോട് ഞാൻ സംസാരിച്ചിരുന്നു. പ്രത്യേകമായ നമ്മുടെ ഈ കോവിഡിൻ്റെ പശ്ചാത്തലത്തിൽ നമുക്ക് മറ്റ് പോംവഴികളില്ല. തീർച്ചയായിട്ടും ഇവിടെ കപ്പ്യാരും ചെമ്മതൂറും പുതുതായിട്ടായിട്ടില്ല. അത് സമയമെടുക്കും നമ്മൾക്ക്. പക്ഷേ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ കാര്യങ്ങൾ നമ്മൾക്ക് മുൻപോട്ട് കൊണ്ടുപോകണം. അതോടൊപ്പം തന്നെ രണ്ടുപേരുടെയും പ്രായത്തിൻ്റെയും ആരോഗ്യാവസ്ഥകളുടെയും അടിസ്ഥാനത്തിലാണ് സംസാരിച്ചത് രണ്ടുപേരോടും. എനിക്ക് തോന്നുന്നു കൊച്ചച്ചൻ പറഞ്ഞത് റാഫേൽ ചേട്ടൻ എത്തിയിട്ടില്ല. കാര്യം എന്താണെന്ന് എനിക്കറിയില്ല. നമ്മുടെ കുഞ്ഞപ്പച്ചേട്ടന് വരാൻ പറ്റാത്ത അവസ്ഥയാണ്. കാരണം നമ്മൾക്കറിയാം നടക്കാനൊന്നും പറ്റുന്നില്ല. വരുമെന്നാണ് സൂചിപ്പിച്ചിരുന്നതെങ്കിലും വരാൻ സാധിച്ചിട്ടില്ല. അതുകൊണ്ട് കുഞ്ഞപ്പച്ചേട്ടൻ്റെ മകൻ വന്നിട്ടുണ്ട്, റോയിയെ പ്രത്യേകമായി കുഞ്ഞപ്പച്ചേട്ടന് വേണ്ടി ആ ഉപഹാരം നൽകുവാൻ ഞാൻ ക്ഷണിക്കുകയാണ്. നമ്മൾ നൽകുന്നതെന്ന് ഓർക്കുക. ഇവർ എത്ര വർഷം ഈ ദൈവാലയത്തിൽ നമുക്കായി സേവനം ചെയ്തിട്ടുണ്ട്. അവർക്ക് ഇത്ര വർഷത്തിൽ നമ്മൾക്ക് ശമ്പളമല്ല, നേരെ മറിച്ച് അവർ ചെയ്തിട്ടുള്ള സേവനത്തിന് നമ്മൾ കൊടുത്തിട്ടുള്ള ഒരു ഉപഹാരം, അതിൻ്റെ നിയമങ്ങൾക്കനുസരിച്ചിട്ടുള്ളത് തന്നെ അത്രയും ഒരു എമൗണ്ട് കണ്ടിട്ട് അത് കുറച്ചുകൂടി നമ്മളൊന്ന് റൗണ്ട് ഫിഗർ ആക്കിയിട്ട് അതാണ് നമ്മൾ ഒന്നിച്ച് ഒരു ഉപഹാരമായി കൊടുക്കുന്നത്. അതിനോടൊപ്പം ഒരു മൊമെൻ്റെയും കൊടുക്കുകയാണ്. കുഞ്ഞപ്പച്ചേട്ടൻ്റെ മകൻ റോയിയെ കുഞ്ഞപ്പച്ചേട്ടനോട് സ്വീകരിക്കുവാനായി ക്ഷണിക്കുന്നു.
അനുഗ്രഹമരുളൂ അമ്മേ നീ അശരണരാകും പാപികൾക്കായി തിന്മയകറ്റി പാരിലെന്നും നന്മതനൊളി നീ വീശണമേ. അനുഗ്രഹമരുളൂ അമ്മേ നീ അശരണരാകും പാപികൾക്കായി തിന്മയകറ്റി പാരിലെന്നും നന്മതനൊളി നീ വീശണമേ. മഞ്ഞും മൽമാതാവേ അമലോദ്ഭവയാം കന്യകേ നിൻ സുതനേകും നന്മകൾക്കായി നന്ദിയോടെന്നും പ്രാർത്ഥിപ്പൂ. മഞ്ഞും മൽമാതാവേ അമലോദ്ഭവയാം കന്യകേ നിൻ സുതനേകും നന്മകൾക്കായി നന്ദിയോടെന്നും പ്രാർത്ഥിപ്പൂ. രോഗം ദുഃഖം ദാരിദ്ര്യം നീ പാടയകരണേ മാതാവേ. രോഗം ദുഃഖം ദാരിദ്ര്യം നീ പാടിയകറ്റണേ മാതാവേ. കരുണ നിറഞ്ഞ നിൻ പ്രാർത്ഥനയാൽ നാടിനെ എന്നും കാക്കണമേ. കരുണ നിറഞ്ഞ നിൻ പ്രാർത്ഥനയാൽ നാടിനെ എന്നും കാക്കണമേ. മഞ്ഞും മൽമാതാവേ അമലോദ്ഭവയാം കന്യകേ നിൻ സുതനേകും നന്മകൾക്കായി നന്ദിയോടെന്നും പ്രാർത്ഥിപ്പൂ. മഞ്ഞും മൽമാതാവേ അമലോദ്ഭവയാം കന്യകേ നിൻ സുതനേകും നന്മകൾക്കായി